ശ്രീ രാജേന്ദ്രൻ, മറ്റ് സുഹൃത്തുക്കളെ, ഒരു ദിവസത്തെ ഒഴിവിന് ശേഷം ആണ് നമ്മൾ ഇന്നിവിടെ കൂടുന്നത്. ഇന്നത്തോടുകൂടി ഈ 4-ാമത്തെ ദിവസത്തോടു കൂടിയിട്ട് നേരത്തെ ആസൂത്രണം ചെയ്ത 4 വിഷയങ്ങളും തീരുകയാണ്. അവ ഇന്നെന്താണെന്ന് വെച്ചാൽ, ദേശീയത അടിച്ചേൽപ്പിക്കാമോ എന്ന ചോദ്യം, അതിന് എങ്ങനെ ഉത്തരം പറയാം, ഏതെല്ലാം വിധത്തിൽ അതിനെ ആ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ മിഞ്ഞാന്ന് വരെ 8, 12, 13 33 ചോദ്യങ്ങൾ ഇതുവരെ പാഠഭേദത്തിന്റെ പ്രവർത്തകർ ശേഖരിച്ചിട്ടുണ്ട്. ഇന്നും കൂടെ വന്നാൽ 33, 43, 45, 50 ആയേക്കാം. അപ്പൊ ഞാനത് ഇന്ന് എല്ലാം കൂടെ നോക്കിയിട്ട് മുൻഗണനാക്രമം എന്തെങ്കിലും തീരുമാനിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും നാളെ. അപ്പോൾ നേരത്തെ ഈ ചോദ്യങ്ങൾ അയച്ചവർക്ക് മാത്രമേ പങ്കെടുത്തുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ അവർക്ക് മുൻഗണന കൊടുക്കും. ആ ചോദ്യങ്ങൾ ആയിട്ടാണ് തുടങ്ങുക. അത് കഴിഞ്ഞുള്ള സമയം പുതിയ ചോദ്യങ്ങൾക്കോ പഴയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനുള്ള ഉപചോദ്യങ്ങളോ ആയി നമുക്ക് ചർച്ച ചെയ്യാം. ഈ ദേശീയത എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മളൊക്കെ പലതും ആലോചിച്ചല്ലോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളായി വളർന്നു വന്നതാണ് ദേശീയ വികാരം. അതൊരു വികാരമാണ്, ഒരു ബോധമാണ്. അതൊരു ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പോലെ ഒന്നാണ്. പല രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ളവര്, മതവിശ്വാസങ്ങളുള്ളവര്, പല പശ്ചാത്തലങ്ങളുമുള്ള ആളുകൾക്ക് ഒരു ദേശത്തില് തങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നു. അതുകൊണ്ട് തങ്ങൾ തമ്മിൽ എല്ലാത്തിനുമുപരി തങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ബോധമുണ്ട് എന്നുള്ള തോന്നൽ, അതാണ് ദേശീയതയായിട്ട് വരുന്നത്. അതിലൊരു പ്രത്യേക പരിശുദ്ധിയോ പാവനത്വമോ ഒന്നും കൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ചിലർ നേരത്തെ ഞാൻ ഒരിക്കൽ ഒരു ദിവസത്തെ സംവാദത്തിൽ ഞാൻ പറഞ്ഞു, ഭാരതത്തിന് പണ്ടേ ഇങ്ങനെ ഒരു ദേശീയത ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറെ ആളുകളുണ്ട്. ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അതിന്റെ പത്രങ്ങളിൽ ഞാൻ കണ്ട റിപ്പോർട്ടിൽ ഭാരതത്തിന് ദേശീയതയുണ്ട് എന്നുള്ളൊരു മിഥ്യയാണ്. ദേശീയത ഉണ്ടെന്നുള്ളതല്ല. പാസ്റ്റ് ടെൻസും പ്രസന്റ് ടെൻസും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഉണ്ടായിരുന്നു, ആദ്യകാലം മുതലുണ്ടായിരുന്നു. ചന്ദ്രഗുപ്തന്റെയും മൗര്യന്റെയും ഒക്കെ പിന്നെ അശോക ചക്രവർത്തിയുടെയൊക്കെ കാലം മുതൽക്ക് തന്നെ ദേശീയതയാണ് എന്ന് വിചാരിച്ചാൽ രക്ഷയില്ല. അത് ദേശീയതയല്ല. അത് സൈനിക ശക്തി കൊണ്ട് വെട്ടിപ്പിടിച്ച് ഒരു ഭരണം ഒന്നിച്ചുള്ളത് ഏർപ്പെടുത്തിയെന്നല്ലാതെ ആ ഭരണത്തിലെ വിധേയരായ പ്രജകള് അവർ പ്രജകളാണ്, പൗരന്മാരല്ല. ആ പ്രജകൾക്ക് തങ്ങളൊന്നാണെന്നുള്ള വിശ്വാസവും ഒന്നായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹവും അതൊന്നും ഉണ്ടായിക്കാണണമെന്നില്ല. അങ്ങനെ ഉള്ളതായി തെളിവൊന്നുമില്ല. ആ ചക്രവർത്തിമാരുടെ ഇംഗിതം അവരെ ചില ശാസനങ്ങളിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് കിട്ടുന്നത്. അതിനെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങളിലൊക്കെ അതേ വരുവുള്ളൂ. അതിനെ ദേശീയതയായിട്ട് വിചാരിച്ചാൽ ബുദ്ധിമുട്ടാണ്. ജനത എന്ന് പറയുന്ന ഒരു ഘടകം ആ കാലത്തൊന്നുമില്ല. ജനങ്ങൾ അവരവരുടെ പാടും നോക്കി കൃഷിക്കാരായോ കച്ചവടക്കാരായോ മറ്റേതെങ്കിലും തൊഴിൽ ഏർപ്പെടുത്തോ ജീവിച്ചു. തമ്മിൽ അവരുടെ ഗ്രാമങ്ങളിലും ചിലപ്പോൾ പ്രവിശ്യകളിലും ഒക്കെ സംവദിച്ചു എന്നല്ലാതെ കൂടുതൽ സംവാദം ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നില്ല ഇപ്പോഴേക്കാളും. അച്ചടി വന്ന് പത്രങ്ങള് വിവരം വാർത്താവിനിമയം ചടുലമായി. അതിൽ പുസ്തകങ്ങളുണ്ടായി. ആ പുസ്തകങ്ങൾക്ക് പ്രചരണം വന്നു.
ആഴ്ചപ്പതിപ്പുകളും മാസികകളും ഒക്കെ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവയുടെ ചുറ്റും ഒരു ജന അഭിപ്രായം രൂപപ്പെടുന്നത്. ആ ജനാഭിപ്രായത്തിൽ തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഉണ്ടാവും. അതല്ലാതെ അതിന് മുമ്പ് അതൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓരോരുത്തരും അവരവർക്ക് തോന്നി വിചാരിച്ചിട്ടുണ്ടാവും, വിചാരിച്ചിട്ടില്ലാതിരിക്കാം. അവരുടെ പ്രധാന ജോലികൾ അവർ ചെയ്തു എന്നല്ലാതെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരു ശക്തിയായിട്ട് ജനാഭിപ്രായം വരുന്നത് പുതിയ ആധുനികം എന്ന് നമ്മൾ പറയുന്ന വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായ കാലഘട്ടത്തിന്റെ സവിശേഷതയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാരതത്തിനും നേരത്തെ ആദ്യകാലം മുതൽക്ക് ഒരു ദേശീയത ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു ആഗ്രഹ ചിന്ത മാത്രമേ, ഒരു മോഹചിന്ത മാത്രമാണ്. അതിന് തെളിവുകളൊന്നുമില്ല. ഉണ്ടാകാനുള്ള സാധ്യത പശ്ചാത്തലത്തിൽ ഇല്ല താനും. പക്ഷെ പത്രങ്ങളിൽ ചിലതിലെ റിപ്പോർട്ട് ചെയ്ത് കണ്ടത് ഭാരതത്തിന് ദേശീയത ഇല്ല, അത് മിഥ്യയാണെന്നാണ്. അപ്പൊ അത് തമ്മിൽ വേറെ വ്യത്യാസമുണ്ട്. ഭൂതകാലത്തെ പറ്റി പറഞ്ഞതും വർത്തമാനകാലത്തെ പറ്റി പറഞ്ഞതും തമ്മിൽ കൂട്ടിക്കുഴച്ച് വന്നാൽ അത് മറ്റൊരർത്ഥത്തിലാണ് മനസ്സിലാക്കപ്പെടുക. അത് ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് തോന്നി ചില പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് ഗാന്ധിജി ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ആരാധകനായിരുന്നു എന്ന് വലിയ വെണ്ടയ്ക്കയിൽ ഞാൻ പറയുകയും ചെയ്തു. അത് അങ്ങനല്ല. ഞാൻ അങ്ങനെ ചില ഞാൻ പറഞ്ഞ വാചകത്തിന് ചില കൊളുത്തുകളും പക്ഷികളും എങ്കിലുകളും ഒക്കെ ചേർത്ത് വിശേഷം ചേർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ എന്റെ വാക്കുകളിൽ അത് എത്രത്തോളം സൂചിതമല്ലെങ്കിൽ എനിക്ക് വാക്കുകളുടെ മുകളിലുള്ള നിയന്ത്രണത്തിൽ പറ്റിയതായിരിക്കാം. ഏതായാലും ഗാന്ധിജി ബ്രിട്ടീഷുകാരുടെ ചില മേന്മകൾ നമ്മെ അപേക്ഷിച്ച് ആ കാലത്ത് ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന ഭരണത്തെ സംബന്ധിച്ചുള്ള ധാരണകളിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ, അതായത് രാജാക്കന്മാരോ ചക്രവർത്തികളോ പ്രഭുക്കന്മാരോ ജന്മികളോ അവരവർക്ക് ന്യായമാണെന്ന് തോന്നുന്ന മാനദണ്ഡം വെച്ച് വിധി പ്രസ്താവിക്കും. ആളുകളെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയൊക്കെ ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയോ അല്ലോ നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് നമുക്കുണ്ടായിരുന്നത്. അതൊന്നും ആരും എഴുതി വെച്ചിട്ടുള്ളതല്ല. എഴുതി വെച്ച ചില പാഠപുസ്തകങ്ങളുണ്ട്. മനുസ്മൃതി മുതൽ നാരദസ്മൃതിയും ആപസ്തംഭസ്മൃതിയും വരെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ വേണം എന്നുള്ള ചില ആചാര്യന്മാരുടെ, അനുഭവസ്ഥന്മാരുടെ, ചിന്തകന്മാരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്, നിർദ്ദേശങ്ങൾ മാത്രമാണ്. അതിനൊന്നും എൻഫോഴ്സ് ചെയ്യാവുന്ന, നടപ്പിൽ വരുത്താവുന്ന ശക്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പഴയ കാലത്ത് അങ്ങനെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ പറയാൻ പറ്റില്ല. ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന അവര് നമ്മളെക്കാൾ മുൻപേ ഈ റിനസാൻസ് നവോത്ഥാന കാലം മുതലൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ അതുവരെ അവരെക്കാൾ നാഗരികതയുടെ കാര്യത്തിൽ പലപ്പോഴും മുന്നിലായിരുന്ന ഇന്ത്യയെ പോലെയും ചൈനയെ പോലെയുള്ള രാജ്യങ്ങളെ പിന്തള്ളി ആണ് നവോത്ഥാനം വരുന്നത്. പഴയ ഗ്രീസിന്റെ ചിന്താഗതിയുടെ പുനരുദ്ധാരണം എന്ന് ആളുകൾ വിചാരിച്ചത് മാത്രമല്ല, ഹ്യൂമനിസം എന്ന ഒരു ചിന്താഗതി പ്രചരിച്ചു. പഴയ പ്ലാറ്റോവിന്റെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ ചിന്തകൾക്ക് പുതിയ അർത്ഥവും വ്യാഖ്യാനവും കൊടുത്തു. അങ്ങനെ വന്നപ്പോ അത് മറ്റൊന്നായി മാറി. അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയത വന്നത്. അതിന് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിന് ദേശസ്നേഹം എന്ന് പറയാം, രാജ്യസ്നേഹം എന്നൊക്കെ പറയാം. പെട്രിയോട്ടിസം എന്ന് പറയുന്നതും നാഷണലിസം എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പെട്രിയോട്ടിസം ഭൂമിയോടുള്ള താൻ ജനിച്ചു വളർന്ന രാജ്യത്തോടുള്ള സ്നേഹം ആർക്കും എപ്പോഴും ഉണ്ടാവാവുന്ന, ഏത് കാലത്തും ഉണ്ടാകാവുന്നതാണ്. പക്ഷെ അത് നാഷണലിസമായി രൂപാന്തരപ്പെടുന്നത് പല ഘടകങ്ങളും ചേർന്ന് ജനാഭിപ്രായത്തിന്റെ പ്രചരണത്തിന് അല്ലെങ്കിൽ രൂപീകരണത്തിന് ഒക്കെയുള്ള യാന്ത്രിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്നതിന് ശേഷം മാത്രമേ വയ്ക്കൂ. അങ്ങനെയാണ് പല രാജ്യങ്ങളിലും വളർന്നിട്ടുള്ളത്. അതിൽ തന്നെ ചില പ്രദേശങ്ങളിൽ തീവ്രമായ ദേശീയതയുണ്ടായി. ചില പ്രദേശങ്ങളിൽ അത്ര തന്നെ തീവ്രത അതിന് ലഭിച്ചില്ല, പല ഘടകങ്ങളെ കൊണ്ടും. ആദ്യമുണ്ടായത് ആധുനിക കാലത്ത് ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒക്കെ ഉണ്ടായത്. പാശ്ചാത്യ രാജ്യങ്ങൾ ആ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ നവോത്ഥാനത്തിന് ശേഷം നമ്മെക്കാൾ മുമ്പിലോടി. അതില് ഫ്രാൻസിലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ദേശീയത. ജോൻ ഓഫ് ആർക്കിന്റെ ഒക്കെ ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ്.
ബ്രിട്ടീഷുകാരുടെ. ഫ്രാൻസിൽ തന്നെ ഫ്രാൻസ് ഒരു രാജ്യമായിരുന്നില്ല, ജർമ്മനി ഒരു രാജ്യമായിരുന്നില്ല. ഫ്രാൻസില് രാജാവുണ്ടായിരുന്നു, പക്ഷെ ഒറ്റ രാജ്യമായിരുന്നില്ല. ഫ്രാൻസിലെ 2 വലിയ പ്രവിശ്യകൾ, അൽസേസ് എന്ന് പറയുന്നത്, നമ്മളെ അൽസേഷ്യൻ എന്നൊക്കെ പറയുന്ന നായയുടെയൊക്കെ ജന്മഭൂമി ആയ അൽസേസ് എന്ന സംസ്ഥാനം, അത് അത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു. അത് ഫ്രഞ്ച് രാജാവിന്റെ കീഴിലായിരുന്നില്ല. അതേമാതിരി തന്നെ അൽസേസ്, ലൊറൈൻ മുതല ഈ 2 പ്രവിശ്യകൾ ഫ്രാൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന രാജ്യത്താണെങ്കിൽ പോലും ബ്രിട്ടീഷ് രാജാവിന്റെ കീഴിലായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ കാര്യത്തിലാണ് ഈ ജോൻ ഓഫ് ആർക്ക് തീവച്ച് കൊല്ലപ്പെട്ടത്. അപ്പൊ അതോട് കൂടിയിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടായാൽ, രക്തസാക്ഷികളാണ് മതങ്ങളുടെ പ്രധാന ശക്തി. ഒരാളെ അങ്ങോട്ട് മരിച്ചു കിട്ടിയാൽ ഏത് പ്രസ്ഥാനവും തളച്ച് വളരും. കാരണം മരണം എന്ന് പറയുന്നത് അത്രമാത്രം മനുഷ്യനെ ബാധിക്കുന്ന ഒന്നാണല്ലോ. ഒരാള് സ്വന്തം ജീവൻ ഒരു ആദർശത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പേരിൽ ബലി കഴിക്കുക, ബോധപൂർവം ബലി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ ബലിദാനികൾ, രക്തസാക്ഷികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ ശക്തി, ആ പ്രസ്ഥാനത്തിന് ശക്തി കൂടി. അങ്ങനെ ജോൻ ഓഫ് ആർക്കിന്റെ മരണത്തിന് ശേഷം, അവരെ തീവെച്ച് കൊന്നതിന് ശേഷം ഫ്രാൻസിലെ രാജാവിന്റെ കയ്യിലൊക്കെ ശക്തി കൂടി. ഈ അൽസേസ്, ലൊറൈൻ പ്രവിശ്യകൾ വരും വരെ ഫ്രാൻസിൽ ഒന്നായിട്ട് കൂടി. അതുണ്ടായിട്ട് പോലും പിന്നെയും 18ാം നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഞ്ച് റെവല്യൂഷൻ വന്നു, പിന്നെ നെപ്പോളിയൻ വന്നു, നെപ്പോളിയനെ സ്ഥാനഭ്രഷ്ടനാക്കി മറ്റ് റിപ്പബ്ലിക് വന്നു. പക്ഷെ ജർമ്മനിയുടെ കഥ അങ്ങനെ ആയിരുന്നില്ല. ജർമ്മനിയില് പാശ്ചാത്യ രാജ്യമാണെങ്കിൽ തന്നെയും 19ാം നൂറ്റാണ്ടിൽ ബിസ്മാർക്ക് എന്ന ഒരു ദൃഢനിശ്ചയമുള്ള ഒരു ഭരണാധികാരി വരികയും അദ്ദേഹത്തിന്റെ ബ്ലഡ് ആൻഡ് അയൺ എന്നാണ് ആ നയങ്ങൾക്ക് പേര് പറഞ്ഞിരുന്നത്. ചോരയും ഇരുമ്പും, ഇരുമ്പ് എന്നുള്ളത് ആയുധത്തിന്റെ ഇരുമ്പ്, ചോര എന്നുള്ളത് കൊല്ലപ്പെടുന്ന ആളുകളുടെ ചോര ഒക്കെ ആയിട്ട് കലർന്ന അതൊക്കെ പ്രയോഗിച്ചുകൊണ്ടുള്ള ബിസ്മാർക്കിന്റെ ഭരണത്തിലാണ് 500ഓളം ചെറിയ രാജ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത്. അതില് 2 രാജ്യങ്ങളാണ് ഏറ്റവും അധികം മുന്നിൽ നിന്നിരുന്നത്. ഒന്ന് പ്രഷ്യ. പ്രഷ്യയില് ഒരേ വർഗക്കാരും ഒരേ ഭാഷക്കാരും ഒരേ ചിന്താഗതിക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഓസ്ട്രിയൻ സാമ്രാജ്യവും ഉണ്ടായിരുന്നു, അതും ജർമ്മനിയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതില് പല വിശ്വാസക്കാരും പല ഭാഷക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ പിന്നെ ഒരു അടുപ്പവും ഐക്യവും ഉണ്ടായിരുന്നത് പ്രഷ്യക്കാർക്കിടയിലാണ്. ആ രാജ്യത്തിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രിയൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന എല്ലാ ഘടകങ്ങളെയും ചേർത്ത് ബാക്കി 1400 ചെറിയ രാജ്യങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച ബിസ്മാർക്കാണ്. ബിസ്മാർക്ക് പഴയ പിന്നെ റോമ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യം പുനരുദ്ധരിക്കാൻ ശ്രമിച്ച ഒരാളാണ്. അതുകൊണ്ടാണ് അന്ന് അവിടെ ഭരിച്ചിരുന്നത് സീസർമാരായിരുന്നല്ലോ. ആ സീസർ എന്നുള്ളത് ജർമ്മൻ ഭാഷയിലെത്തുമ്പോൾ കൈസറാവും. അങ്ങനെ കൈസറുടെ ഭരണം ഏർപ്പെടുത്തി ജർമ്മനിയെ ഏകീകരിച്ചു. അപ്പൊ ജർമ്മനിക്ക് ഒരു ദേശീയ ബോധമൊക്കെ ഉണ്ടായി. പക്ഷേ അതങ്ങനെ ശാശ്വതമായിട്ട് നിൽക്കില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് പിൽക്കാലത്ത് ലോകമഹായുദ്ധങ്ങളുടെയൊക്കെ കാലത്ത് ജർമ്മനി 2ആയി ഭാഗിക്കപ്പെട്ടു. വെസ്റ്റ് ജർമ്മനി ഉണ്ടായി, ഈസ്റ്റ് ജർമ്മനി ഉണ്ടായി. അതിന്റെ തലസ്ഥാന നഗരമായ പിന്നെ ബെർലിൻ പോലും ഭാഗിക്കപ്പെട്ടു. അപ്പൊ ഒരു മതില് കെട്ടി. അങ്ങനെ മതില് കെട്ടിയിട്ട് ദേശീയതയെ മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു പരീക്ഷണമായിരുന്നു അത്. കാരണം മതിലിന്റെ ഒരു പുറത്ത് അമേരിക്കൻ സ്വാധീനമുള്ള ജർമ്മനി, മറുപുറത്ത് സോവിയറ്റ് റഷ്യയുടെ സ്വാധീനമുള്ള ജർമ്മനി. അങ്ങനെയാണ് വന്നത്. അപ്പൊ ആ മതില്
ഭേദിച്ച് അല്ലെങ്കിൽ മറികടന്ന് അതിന്റെ മേലെ കൂടി ചാടി ഒരുപാട് ആളുകൾ ജീവൻ പണയം വെച്ച് മറുവശത്തേക്ക് പോയി. പക്ഷെ നമ്മളൊരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് മിക്കവാറും ഈസ്റ്റ് ജർമ്മനിയിൽ നിന്ന്, അതായത് റഷ്യൻ സ്വാധീനം, സോവിയറ്റ് സ്വാധീനമുള്ള ജർമ്മനിയിൽ നിന്ന് വെസ്റ്റ് ജർമ്മനിയിലേക്ക്, അപ്പുറത്തേക്കാണ് ആളുകൾ മതിൽ ചാടിപ്പോയത്. വെസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ഈസ്റ്റ് ജർമ്മനിയിലേക്ക് സ്വാതന്ത്ര്യം തേടി മതിൽ ചാടി ജർമ്മൻ ദേശീയതയുടെ പേരിൽ പോയവരുടെ കഥയൊന്നുമില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിലേക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോയവരൊക്കെ ഈ വെസ്റ്റ് ജർമ്മനിയിലേക്കാണ് പോയത്. അങ്ങനെ രണ്ട് രാജ്യങ്ങളായി നിലനിന്ന് കുറെ കഴിഞ്ഞപ്പം ആ ബെർലിൻ, വാൾ ഓഫ് ബെർലിൻ ഉണ്ടല്ലോ, അതും തകർക്കപ്പെട്ടു. അതില്ലാതായി, ജർമ്മനി ഒന്നായി. അപ്പൊ ഏതാ ജർമ്മനി? ശരിയായ ജർമ്മനി എന്ന് ചോദിച്ചാൽ ഏതാണ് ശരിയായ ജർമ്മൻ ദേശീയത എന്ന് ചോദിച്ചാൽ അന്നിങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നിങ്ങനെ ഉണ്ടായി എന്ന് പറയാൻ മാത്രമേ നോക്കിയുള്ളൂ. അത് അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല, അത് നിലനിൽക്കില്ല. അതേമാതിരിയാണ് പല രാജ്യങ്ങളുടെ കാര്യത്തിലും ഉണ്ടായിരുന്നത്. പക്ഷെ ആ 19ാം നൂറ്റാണ്ടില് ബിസ്മാർക്ക് ജർമ്മനി രൂപീകരിച്ച കാലത്ത് ഉണ്ടായിരുന്ന ജർമ്മൻ ദേശീയ ബോധമുണ്ടല്ലോ, ജർമ്മൻ ഭാഷയിലൊക്കെ വലിയ കവികളും സാഹിത്യ നായകന്മാരും ഒക്കെ ഉണ്ടായി. അവർക്ക് വലിയൊരു പങ്കുണ്ട് ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ. എഴുത്തുകാർക്ക്, ഗേഥയെ പോലെയുള്ള എഴുത്തുകാർ ലോകപ്രസിദ്ധരായി മാറി. അപ്പൊ അവരോടുള്ള ആരാധന, അവരുടെ വായനക്കാര്, വെറുതെ ദുഃഖങ്ങൾ എന്നൊക്കെ പറഞ്ഞ നോവലൊക്കെ എഴുതിയ ആളല്ലേ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായി. അപ്പൊ ജർമ്മൻ ഭാഷയുടെ ഒരു ശാക്തീകരണമാണ് ഒരു വലിയ ഘടകമായി മാറിയത്. അങ്ങനെ ജർമ്മനിയുടെ കഥ. ഫ്രാൻസിന്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടായി. ബ്രിട്ടൻ, ഈ ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് നമ്മൾ പറയുന്ന, ബ്രിട്ടീഷ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, അത് തന്നെ ആദ്യം 7 ചെറിയ രാജ്യങ്ങളായിരുന്നു ആ 2 ദ്വീപുകളിലും കൂടി ഉണ്ടായിരുന്നത്. ഹെപ്റ്റാർക്കി എന്നാണ് ചരിത്ര പുസ്തകങ്ങളിൽ കാണുക. 7 രാജ്യങ്ങളായിരുന്നു. അതിൽ ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, സ്കോട്ട്ലൻഡ് ഉണ്ടായിരുന്നു. തെക്കേ ഭാഗത്ത് ഇംഗ്ലണ്ട്, വടക്ക് ഭാഗത്ത് സ്കോട്ട്ലൻഡ്. ആ ചെറിയ ദ്വീപിൽ അതിനോട് കൂടിയുള്ള ഒരു കുട്ടി ദ്വീപുണ്ടല്ലോ, അതിൽ അയർലൻഡ്. അങ്ങനെ ഈ ഹെപ്റ്റാർക്ക് 7 രാജ്യങ്ങൾ 3 രാജ്യങ്ങളായി ചുരുങ്ങി. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, പിന്നെ അയർലൻഡ്. ആ ഇംഗ്ലണ്ടിൽ തന്നെ ആ ദ്വീപിൽ എറിച്ചു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് വെയിൽസാണ്. അപ്പൊ ഒരു വെൽഷ് ദേശീയത അത് വേറെയുണ്ട്. വെൽഷ് ഭാഷ തന്നെ വേറെയാ. വെയിൽസിന്റേതായ ദേശീയതയുണ്ട്. പാർലമെന്റ് മാറി വേണം എന്നൊക്കെയുള്ള പ്രസ്ഥാനം, പ്രക്ഷോഭവും ഒക്കെ നടന്നിരുന്നതാണ് കുറെ കാലം. സ്കോട്ട്ലൻഡിലാണെങ്കിൽ അത് വേറെ തന്നെയാണ്. നമ്മുടെ ഏതാണ്ട് കേരളത്തെ പോലെയുള്ള ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡ്. എനിക്ക് മനോഹരമായി തോന്നി, കേരളത്തെ ഓർമ്മിപ്പിച്ചു അവിടെ ചെന്നപ്പോൾ. ഞാൻ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിൻസിപ്പലായിരുന്ന മാന്യൻ സ്കോട്ടിഷ്, മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് സ്കോട്ടിഷ് മിഷണറിമാർ സ്ഥാപിച്ച ഒരു വിദ്യാലയമാണ്. അപ്പൊ അവിടെ പരമ്പരയായിട്ട് സ്കോട്ടിഷ് മിഷണറിമാരാണ് പ്രിൻസിപ്പൽമാരായിരുന്നത്. അപ്പൊ ഡോക്ടർ ബോയ്ഡ്, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം എഡിൻബറോ ആയിരുന്നു സ്കോട്ട്ലൻഡിൽ. അങ്ങനെ ഞാൻ ഒരിക്കലും ഇംഗ്ലണ്ടിൽ കുറച്ചു കാലം ഉണ്ടായപ്പോൾ എന്നാൽ അദ്ദേഹത്തെ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് എഡിൻബറോ വരെ സഞ്ചരിക്കേണ്ടായി. അപ്പൊ ഞങ്ങളുടെ ഗൈഡായിരുന്നത് ലണ്ടനിൽ നിന്ന് എഡിൻബറോയിലേക്ക്, ഗ്ലാസ്ഗോയിൽ എഡിൻബറോയിലേക്ക് പോകണമെന്ന് വിചാരിച്ചു. ഇദ്ദേഹം എഡിൻബറോയിലുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഇംഗ്ലണ്ട് കഴിഞ്ഞ് സ്കോട്ട്ലൻഡിലേക്ക് എത്തുന്ന ആ അതിർത്തി ഉണ്ടല്ലോ, അതിർത്തി കഴിഞ്ഞപ്പോ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് സന്തോഷം, അദ്ദേഹത്തിന്റെ ഒരു ആഹ്ലാദപ്രകടനമൊക്കെ കാണാൻ. കാരണം അദ്ദേഹം സ്കോട്ടിഷ് ചെറുപ്പക്കാരനായിരുന്നു. നൗ വി ആർ ഇൻ സ്കോട്ട്ലൻഡ്, ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി ഓഫ് ഹിൽസ് ആൻഡ് വെയിൽസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. കാരണം അയാൾ സ്കോട്ട്ലൻഡുകാരനായിരുന്നു. ആ സ്കോട്ടിഷ് രാജ്യഭക്തി, ദേശസ്നേഹം, അത് സ്കോട്ടിഷ് ദേശീയതയായിട്ട് മാറാൻ ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തി കുറെ കാലമായിട്ട്. അതുമാതിരി തന്നെ അവിടെയുള്ള ഡോക്ടർ മാർ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഇന്ത്യ ചരിത്രത്തിലും
ഒക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്ന ആളും സംസ്കൃതം പഠിച്ച ആളും തമിഴ് പഠിച്ച ആളും ഒക്കെയാണ്. ഞാനൊരിക്കലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് വർത്തമാനം പറയുമ്പോഴേ ആരോ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ്. ഞാനത് കേട്ടുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം പെട്ടെന്ന് പ്രസിദ്ധനായി, നോ ഡോണ്ട് കോൾ മീ ഇംഗ്ലീഷ്, ഐ ആം നോട്ട് ഇംഗ്ലീഷ്, ഐ ആം ബ്രിട്ടീഷ്, ഇഫ് യു വാണ്ട് യു കെൻ കോൾ മീ ബ്രിട്ടീഷ് ബട്ട് നോട്ട് ഇംഗ്ലീഷ് എന്ന് വളരെ ശുദ്ധനായിട്ട് സംസാരിച്ചു. എന്താ കാരണം വെച്ചാൽ അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടന്റെ മറ്റൊരു ഭാഗത്തു നിന്നാണ് വന്നത്, ഇംഗ്ലീഷ് ഭാഗത്തു നിന്നല്ല അദ്ദേഹത്തിന് വന്നിരുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന തെറ്റിദ്ധരിച്ച് അദ്ദേഹത്തെ ആരെങ്കിലും എന്തെങ്കിലും സംഭാഷണത്തിനിടയിൽ പറഞ്ഞാൽ പോലും ഈ ഡോക്ടർ മാറിന് വലിയ പ്രക്ഷോഭമൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അത്രത്തോളം പരസ്പര അകൽച്ച ഉണ്ടായിരുന്നതാണ് ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും. സ്കോട്ട്ലൻഡുകാർ സ്വതവേ മന്ദബുദ്ധികളാണെന്നാണ് ഇംഗ്ലീഷുകാർ പറയുക. പക്ഷെ അവരാണ് നമ്മുടെ നാട്ടിലുള്ള പല കോളേജുകളൊക്കെ ഉണ്ടാക്കിയത്, വിദ്യാഭ്യാസങ്ങളുടെ സേവനങ്ങളൊക്കെ നടത്തിയ ആളുകൾ. അതുമാതിരി തന്നെ അയർലൻഡുകാർ, ഐറിഷ് ആയിട്ടുള്ള ജനങ്ങളെപ്പറ്റി വലിയ പരിഹാസമാണ് ഇംഗ്ലീഷുകാർക്ക്. ഇംഗ്ലീഷുകാരെ കുറിച്ച് അതങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേമാതിരി സമത്വം അതിലുണ്ട് കൊള്ളക്കൊടുക്കയുടെ കാര്യത്തിൽ. ഐറിഷ് ആളുകളൊക്കെ മഹാമോശക്കാരും ഇങ്ങനെ വല്ലാതെ വിളവിള വാചകങ്ങൾ അടിക്കുന്നവരുമാണ് എന്നുള്ള ഒരു ധാരണയാണ് ഇംഗ്ലീഷുകാർക്കുള്ളത്. പക്ഷെ അതേ സമയത്ത് അവരുടെ ഏറ്റവും വലിയ സാഹിത്യ നായകന്മാരിൽ 20-ാം നൂറ്റാണ്ടിലെ ഒരാളായിരുന്ന നാടകകൃത്തായ ബെർണാഡ് ഷാ ഐറിഷാണ്, ഐറിഷ് ഓറിജിനുള്ള ആളുകളാണ്. ഇംഗ്ലണ്ടിൽ തന്നെ അവർക്ക് ഒരു വാമൊഴി ഭാഷയുണ്ട് ലണ്ടനിൽ. അത് അവർ പറയുന്ന കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ഇംഗ്ലീഷ് എത്ര പഠിച്ചാലും നമുക്ക് ആ ഭാഷ സംസാരിക്കാനോ മനസ്സിലാക്കാനോ കഴിയില്ല. അങ്ങനെ ഭാഷാഭേദങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടും കാലക്രമത്തിൽ സ്കോട്ട്ലൻഡ് ഒന്നിച്ചു, പിന്നെ അയർലൻഡ്. അവിടെ വേറൊരു കുഴപ്പമുണ്ടായി. അതായത് അയർലൻഡിന്റെ ഒരു ഭാഗത്ത് കാത്തലിക് ചർച്ചിനായിരുന്നു പ്രാമാണ്യം, മറ്റേ ഭാഗം പ്രൊട്ടസ്റ്റന്റുമായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വ്യത്യാസമുണ്ട്. കാരണം മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ യൂറോപ്പിലും ജർമ്മനിയിൽ പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റന്റ് ചർച്ച് വളർന്നു വന്നപ്പോൾ സർക്കാർ തർക്കങ്ങളൊക്കെ ഉണ്ടായി. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവരും തന്നെ യോജിച്ചില്ല. അങ്ങനെ പലരും പലതരത്തിൽ കൊണ്ട് നടന്നു. അതിൻ്റെ ഇടയിലാണ് ഹെൻറി എന്ന രാജാവ്, ഹെൻറി 7 അത് കഴിഞ്ഞ് 8 തവണ വിവാഹം കഴിച്ചൊരു രാജാവ് ഉണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധി മുഴുവൻ. ആദ്യത്തെ കാതറൈനെ ഉപേക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മതം മാറി, പ്രൊട്ടസ്റ്റന്റായി മാറി. അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രൊട്ടസ്റ്റാന്റിസമാണ് ഇംഗ്ലണ്ടിലുണ്ടായത്. അപ്പൊ അത് കാത്തോലിസിസം ആയിരുന്നില്ല, കാത്തലിക് ചർച്ചും ആയിരുന്നില്ല, പ്രൊട്ടസ്റ്റന്റ് ചർച്ചും ആയിരുന്നില്ല. അതിന് പിന്നെ പേരിട്ടത് ഇംഗ്ലീഷുകാരുടെ ചർച്ച് എന്നാണ്, ആംഗ്ലിക്കൻ ചർച്ച്. ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റിലുണ്ടല്ലോ ആംഗ്ലിക്കൻ ചർച്ചൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ മറ്റൊരു മതവിഭാഗം അവിടെ ഉണ്ടായി. അതല്ലാതെ പ്രസ്ബിറ്റീരിയൻ, പ്യൂരിറ്റൻ എന്നൊക്കെ പറഞ്ഞ്, ഇൻഡിപെൻഡന്റ് എന്നൊക്കെ പറഞ്ഞ് പല വിഭാഗങ്ങളും ഉണ്ടായി. ഈ മതങ്ങളൊക്കെ തന്നെ ദേശീയതയുടെ രൂപീകരണത്തിൽ വളരെ വലിയ പങ്കാണ് വഹിച്ചത്. അയർലൻഡിൽ ഇപ്പോഴും ഒരു ഭാഗം കാത്തലിക്കാണ്, മറ്റേ ഭാഗം ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഭാഗമാണ്. എന്നിട്ടും ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും അയർലൻഡും ഒന്നിച്ച് ബ്രിട്ടീഷ് എന്ന പേരുണ്ടാക്കി. അതാണ് ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് പറയുന്ന കാരണം അതാണ്. അപ്പൊ ദേശീയത എങ്ങനെയൊക്കെയാണ് മാറി മറഞ്ഞു വന്നത് ഓരോ കാലത്ത് മതത്തിന്റെ സ്വാധീനത്തിൽ, ചില രാജാക്കന്മാരുടെ സ്വാർത്ഥം. ഹെൻറി 8 വിവാഹ കാര്യത്തിലുള്ള നിർബന്ധമാണ് അവിടെ ആംഗ്ലിക്കൻ ചർച്ച് ഉണ്ടാക്കിയത്. അതേമാതിരി രാജാക്കന്മാരുടെ, പ്രഭുക്കന്മാരുടെ, ക്വീൻ എലിസബത്തിന്റെ കാലത്ത് ആംഗ്ലിക്കൻ ചർച്ചിനെ വളരെയധികം ശക്തിപ്പെടുത്തിയത് ക്വീൻ എലിസബത്ത് ഒന്നാമത്തെ എലിസബത്ത് ആയിരുന്നല്ലോ. അവരുടെ കാലത്തും അവരുടേതായ പല പിടിവാശികളും ഒക്കെയാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചിന് രൂപം കൊടുത്തത്. എങ്കിലും ഗ്രേറ്റ് ബ്രിട്ടൻ പിന്നെ ഗ്രേറ്റ് ബ്രിട്ടനായി തന്നെ അറിയപ്പെട്ടു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി. പിന്നീട് ആ കമ്പനിയുടെ അധികാരമൊക്കെ പോയപ്പോൾ 1858 കൂടിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് അവർ കീഴടക്കിയിരുന്ന രാജ്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ഇന്ത്യ
ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കീഴിലാവുകയും ചെയ്തു. അത് 1858 മാത്രമാണ്. അതുവരെ ഇംഗ്ലീഷുകാരും പിന്നീട് ബ്രിട്ടീഷുകാരും ഒക്കെ ഭരിച്ചിരുന്നത്, ഇന്ത്യയെ നിയന്ത്രിച്ചിരുന്നത് കച്ചവട കമ്പനിക്കാരായിരുന്നു. അങ്ങനെയാണ് കച്ചവട കമ്പനിയുടെ ഒരു കള്ള വ്യാപാരത്തിലൊരു പ്രസിദ്ധനായിട്ടാണല്ലോ മറ്റേ ആദ്യകാലത്തെ ക്ലൈവ് ഒക്കെ ഇവിടെ വന്നത്. പിന്നെ ക്ലൈവ്, വാറൻ ഹേസ്റ്റീസ്, അങ്ങനെ പലരും വന്നു. അതൊക്കെ മാറി മറിഞ്ഞു വന്നപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ ഒന്നായി നിന്നു. അവരുടെ ആ ദേശീയത ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രാൻസിന്റെ കഥ അങ്ങനെ, ജർമ്മനിയുടെ കഥ ഇങ്ങനെ, ഗ്രേറ്റ് ബ്രിട്ടന്റെ കഥ മറ്റൊരു തരത്തിലുള്ള. ഇറ്റലിയിലൊക്കെ തന്നെ വേറെ ഉണ്ടായി. കാരണം ഇറ്റലി ഒരു കാലത്ത് വലിയ വാണിജ്യ കേന്ദ്രമൊക്കെ ആയിരുന്നു. നമ്മുടെ ട്രെയിനിന്റെ നടുക്കുള്ള ഒരു ദ്വീപാണല്ലോ. അപ്പം റോമിനെ പോലെയുള്ള പഴയ പ്രതാപമുള്ള ഒരു നഗരം, വെനീസ്, മിലാൻ, ഒരുപാട് ചെറിയ നഗരങ്ങളും വലിയ പട്ടണങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന രാജ്യമാണ് ഇറ്റലി. അവിടെ ഒരു ദേശീയത ഉണ്ടായി. ആ ദേശീയത പെട്ടെന്ന് ഫാഷിസ്റ്റായിട്ട് വളർന്നു, തീവ്ര ദേശീയതയായിട്ട് വളർന്നു. ഈ ഫാഷിസ്റ്റ് എന്ന് പറയുന്നത് തീവ്ര ദേശീയതയാണ്. ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും ദേശീയതയുടെ ഒരു ഉഗ്ര രൂപമായിട്ടാണ് ഫാഷിസം വളർന്നു വന്നത്. നാസി പാർട്ടി ജർമ്മനിയിൽ ഹിറ്റ്ലർ ഉണ്ടാക്കിയപ്പോൾ ഹിറ്റ്ലർ എങ്ങനെ അധികാരത്തിൽ വന്നത്? ആക്രമണം ചെയ്തിട്ടൊന്നുമല്ല. അദ്ദേഹം അധികാരത്തിൽ വന്നത് ഒരു തെരഞ്ഞെടുപ്പിലൂടെയാണ്. ഹിറ്റ്ലറുടെ വാഗ്വിലാസവും അച്ചടക്കത്തിനുള്ള നിഷ്ഠയും ഒക്കെ ചേർന്ന് ഒരു പാർട്ടി അധികാരത്തിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈയിടെ ഒരു ലേഖനത്തിൽ എഴുതിയത്, ജനാധിപത്യത്തിലൂടെ സ്വേച്ഛാധിപത്യത്തിലേക്ക് എന്ന്. നമ്മുടെ ഒരു പാരലൽ, അതിനൊരു സമാന്തരമായിട്ടാണോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? മോദി അധികാരത്തിൽ വരുന്നത് തെരഞ്ഞെടുപ്പിലൂടെയാണ്. തെരഞ്ഞെടുപ്പിലൂടെ വന്ന ഒരു സംസ്ഥാനത്തില് അദ്ദേഹം ഗുജറാത്തിലെ തൃപ്തികരമായ ആളുകൾക്കൊക്കെ വലിയ കുഴപ്പമില്ലാതെ തോന്നിയ തരത്തിൽ ഭരിച്ചു. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലും അധികാരം കിട്ടി. തികച്ചും ജനാധിപത്യപരമായ രീതിയിലാണ്. പക്ഷെ അത് മറ്റു സാഹചര്യങ്ങളുടെ സാന്നിധ്യത്തിൽ ആ ജനാധിപത്യ ഭരണം തന്നെ ബദൽ കക്ഷികൾ ഇല്ലാതെ ആയാൽ, അല്ലെങ്കിൽ ബദൽ സ്വാധീനങ്ങൾ കുറഞ്ഞു വന്നാൽ സ്വേച്ഛാധിപത്യമാവില്ലേ, ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ ആ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതിന് ഫാഷിസം എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറില്ല. പക്ഷെ ഫാഷിസ്റ്റ് പ്രവണത കാണപ്പെടുന്നു, അത് വർദ്ധിക്കാനിടയുണ്ട്. അതിന് പ്രധാന കാരണം ഇന്ത്യയിലെ നമ്മുടെ ജനാധിപത്യ ഭരണ സമ്പ്രദായവും പാർലമെന്റും ഭരണഘടനയും ഒക്കെ കൊണ്ടുവന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പ്രധാന നേതൃത്വം വഹിച്ചത്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടുത്ത കാലത്തായിട്ട്, പഴയ കോൺഗ്രസ് അല്ല, 1947 ശേഷം തന്നെ, അതുവരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല 47 ശേഷം. പിന്നെ അവർ പല ഗ്രൂപ്പുകളായി, ABCD എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, ഇപ്പോഴും അതുണ്ട്. ആ ഗ്രൂപ്പുകളൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താൽക്കാലികമായിട്ട് യോജിപ്പുണ്ടാക്കും എന്നല്ലാതെ ഒരൊറ്റ നാഷണൽ കോൺഗ്രസ് ഇല്ല. ഒന്നായ നിന്നൈഹ, രണ്ടെന്ന് കണ്ട അളവിലുണ്ടായ ആ വിചാരം പലർക്കും ഉണ്ട്. ഇപ്പോഴും അവർക്ക് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കുറച്ചു കാലത്തേക്ക് ചിലപ്പോൾ യോജിക്കും, ചിലപ്പോൾ യോജിക്കാനും കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് മാത്രമല്ല, അതില് മഹാന്മാരായ നേതാക്കളുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹമാണ് ആ കാലത്ത് ഗാന്ധി വധത്തിന് ശേഷമുണ്ടായ പിന്നെ വിഭാഗീയ പ്രശ്നങ്ങളെയും അക്രമാസക്തിയെയും എല്ലാം നിയന്ത്രിച്ച് ഭരണഘടനയ്ക്ക് ഡോക്ടർ അംബേദ്കർ അടക്കമുള്ള കോൺഗ്രസിനോട് വിട്ടുനിന്നിരുന്ന നേതാക്കളെ കൂടി കൂട്ടിപ്പിടിച്ച് പല രാജ്യങ്ങളുടെയും ഭരണഘടനകൾ പരിശോധിച്ച് അവയിൽ നിന്ന് നല്ല ഭാഗങ്ങളെന്ന് അവർക്ക് തോന്നിയതൊക്കെ സ്വീകരിച്ചുകൊണ്ടൊരു ഭരണഘടന ഉണ്ടാക്കിയതും ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് തന്നെയാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അങ്ങനെ ഈ ഭരണഘടനയ്ക്ക് പല പ്രത്യേകതകളുണ്ട്. ഒന്ന്,
അതില് മൗലികാവകാശങ്ങളുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏറ്റവും വിലപിടിച്ചൊരു ഭാഗമാണ് അതിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. ഒക്കെ ഭാരതീയ പൗരന് ഇതൊക്കെ അവകാശപ്പെട്ടതാണ്, ജന്മനാ അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതാണ് ഈ ഭരണഘടന. അതേസമയത്ത് തന്നെ ഒരു തരത്തിലുള്ള വേറൊന്നും കൂടി 2 ഘടകങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട്, 3 ഘടകങ്ങളാണെന്ന് പറയാം. ഒന്ന് ഈ മൗലിക അവകാശങ്ങൾ തന്നെ, മറ്റ് പല എഴുതപ്പെട്ട ഭരണഘടനകളിലും അതില്ല. ബ്രിട്ടന്റെ ഭരണഘടനയിലും ഇല്ല, അങ്ങനെ ഭരണഘടന തന്നെ ഇല്ല ബ്രിട്ടന്. അത് അവര് പരിചയം, പ്രീസിഡൻസ് എന്ന് പറയും, മുൻ അനുഭവങ്ങളൊക്കെ വെച്ച് അങ്ങനെ നടത്തിക്കൊണ്ടുവരുന്ന സാധനം. എഴുതപ്പെടാത്തൊരു ഭരണഘടനയാണ് ബ്രിട്ടനിലുള്ളത്. അതിനനുസരിച്ച് അവർക്ക് കോടതിയിൽ പോകാവുന്ന മൗലിക അവകാശങ്ങളൊന്നും ഇല്ലെങ്കിലും മൗലിക അവകാശങ്ങൾ മറ്റ് പല രാജ്യങ്ങളെക്കാൾ കാര്യമായിട്ട് പലരും അഭയാർത്ഥികളായിട്ട് പോകുന്നത് ഇംഗ്ലണ്ടിലേക്കാണ്, ഗ്രേറ്റ് ബ്രിട്ടനിലേക്കാണ്. കാർൾ മാർക്സ് തന്നെ ജർമ്മൻകാരനായിരുന്നു, പിന്നെ ഫ്രാൻസിലേക്ക് കുടിയേറി. ഫ്രാൻസിൽ നിവൃത്തിയില്ലാതായപ്പോൾ പെർസിക്യൂഷൻ പലതും ഉണ്ടായപ്പോൾ ഇംഗ്ലണ്ടിലേക്കാണ് വന്നത്. ഒരു 19-20 നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അഭയാർത്ഥികളായിട്ട് വന്നവര് ഗ്രേറ്റ് ബ്രിട്ടനിലേക്കാണ് വന്നത്. അത് അവിടുത്തെ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യങ്ങളുടെ മൗലികാവകാശങ്ങളുടെ ഒരു, പക്ഷെ എഴുതപ്പെട്ടതൊന്നുമില്ല. നമ്മുടെ ഭരണഘടനയിലുണ്ടായ വ്യത്യാസം എഴുതപ്പെട്ടു എന്നാണ്. അതേസമയത്ത് തന്നെ മറ്റൊരു വ്യത്യാസവും എഴുതപ്പെട്ട മറ്റ് ഭരണഘടനകളിൽ നിന്ന് നമ്മുടെ ഭരണഘടനയ്ക്ക് എഴുതുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, നിർദ്ദേശക തത്വങ്ങളുണ്ട്. നിർദ്ദേശങ്ങളാണ്, ഇന്ന വിധത്തിൽ വേണം എന്നെ ചെയ്യണം എനിക്കുണ്ട്, അതുണ്ട്. പക്ഷേ ഉള്ളതും ഇല്ലാത്തതും ഫലം ഒന്നാണ്. കാരണം ചെയ്താൽ നന്ന് എന്നൊരു അപേക്ഷാ രൂപത്തിൽ പറയല്ലാതെ അത് നിയമപ്രകാരം കോടതിയിൽ കൊണ്ടുവരാനോ നടപ്പിലാക്കാനോ ഉള്ള അവകാശമില്ല. അപ്പൊ ഇങ്ങനെ ആയാൽ നന്ന് എന്നുള്ളൊരു ആഗ്രഹ പ്രകടനമായിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. കോടതികളിൽ നിയമം മുഖേന നടപ്പിലാക്കാവുന്ന സിദ്ധാന്തങ്ങളായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സും മൗലിക അവകാശങ്ങളും. ഇതാണ് നമ്മുടെ 2 വലിയ പ്രത്യേകതകൾ. മറ്റൊരു പ്രത്യേകത നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെ ദേശീയത പിന്നീട് ശക്തിപ്പെട്ടു വന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് എന്ന് അതിൽ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് വാചകത്തിൽ അങ്ങനെ ഉണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ വലിയ മറുപടി പറയാൻ വലിയ പ്രയാസമാണ്. അതിന്റെ സംഘടനാ തത്വങ്ങൾ ഫെഡറലാണ്. ഓരോ സംസ്ഥാനത്തിനും വേണമെങ്കിൽ വിട്ടുപോകാൻ വരെ അവകാശമുണ്ട്. തൻ്റെതായ പുതിയ രീതികളൊക്കെ ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ നടത്തുന്നത് കേന്ദ്രമാണ്. അപ്പൊ 2 തരത്തിലുള്ള സ്റ്റേറ്റാണ് ആധുനിക ദിശയിലുണ്ടായിട്ടുള്ളത്. ഒന്ന് യൂണിറ്ററി സ്റ്റേറ്റ്, മറ്റൊന്ന് ഫെഡറൽ സ്റ്റേറ്റ്. അതില് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നത് നമ്മുടെ ദേശത്തിന്റെ ദേശീയതയുടെ രൂപം കൊടുത്തിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എത്രയോ കാലം പലതുമൊക്കെ തർക്കിച്ച് വാദിച്ച് അംബേദ്കർ അടക്കമുള്ള പല ആളുകളുടെയും നേതൃത്വത്തിൽ ഒരു നിയമാവലി ഉണ്ടാക്കിയിട്ടുള്ള ഇത് ഫെഡറൽ സ്റ്റേറ്റ് ആണെന്നാണ്. പക്ഷേ സാമ്പത്തിക അധികാരം, പ്ലാനിങ്ങിനുള്ള അധികാരം, ഉദാഹരണത്തിന് പറഞ്ഞാൽ വിദേശ ബന്ധങ്ങളുടെ കാര്യത്തിലുള്ള അധികാരം, ഇതൊക്കെ കേന്ദ്രമാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രായോഗികമായി സൈദ്ധാന്തികമായി ഫെഡറൽ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും പ്രായോഗികമായിട്ട് യൂണിറ്ററി സ്റ്റേറ്റിന്റെ സ്വഭാവമാണ് ഇന്ത്യ രാജ്യത്തിനുള്ളത്. അതിന് നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ളല്ലോ. ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിഭജനവും കൂടിയിട്ട്, ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഇന്ത്യ വിഭജനവും ഒന്നാണ്. രണ്ടായി കാണാൻ പ്രയാസമാണ്. ഒരേ ദിവസമാണ് സംഭവിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന ഇന്ത്യ, നമ്മളെ ദേശീയ ബോധത്തിന് ഉത്തേജകമായിട്ട് നിന്നിരുന്ന ആ ഇന്ത്യ സങ്കല്പം അതില്ലാതായി എന്നേക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് ഏതായാലും ഇനി ഈ ഘടകങ്ങൾ ഒന്നിച്ചു പോകാൻ സാധ്യതയില്ല. അങ്ങനെ 2ആയി മാറി. ആ 2ആയി മാറിയത് പിന്നെ 3ആയി മാറി.
കാരണം അന്ന് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റു അടക്കം ഉള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹാന്മാരായ ശക്തന്മാരായ ജനപ്രീതി ആർജിച്ച നേതാക്കന്മാര് സങ്കല്പിച്ച ആ ഭാരതമുണ്ടല്ലോ, അത് അവർ തന്നെ നശിപ്പിച്ചു. ഗാന്ധിജി രാഷ്ട്രപിതാവാണെന്നൊക്കെ നമ്മൾ പറയെങ്കിലും ഗാന്ധിജി ആവശ്യപ്പെട്ടിരുന്നത് എന്റെ ശവത്ത് ചവിട്ടിയിട്ട് നിങ്ങൾക്ക് ഇന്ത്യ സഹായിക്കാൻ കഴിയുള്ളൂ എന്നാണ്. അത്രയധികം ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി നിന്ന ആളാണ്. പക്ഷേ ഏതാണ്ട് ശവപ്രായമാക്കി അദ്ദേഹത്തെ വധിക്കുന്നതിന് മുൻപ് തന്നെയും ആളുകൾ അദ്ദേഹത്തെ അങ്ങ് പിന്തള്ളി. ആരും ഉപദേശത്തിന് പോകാറായി. അവസാനത്തെ 100 വർഷങ്ങളെ പറ്റിയുള്ള വിവരണങ്ങൾ നോക്കിയാൽ അതറിയാം. ആരും ഗാന്ധിജിയുടെ ഉപദേശം ശ്രദ്ധിക്കാനോ ഗാന്ധിജിയോട് ചോദ്യം ചോദിക്കാനോ ഒന്നുമില്ല. അമേരിക്കൻ ജേർണലിസ്റ്റ് ചിലരൊക്കെ പോയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയായി മാറി. അപ്പൊ ഗാന്ധിജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഏറ്റവും അധികം എതിർത്തിരുന്ന വിഭജനം, ഇന്ത്യ വിഭജനം, അതോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔപചാരികമായി ഔദ്യോഗികമായ അർത്ഥത്തിൽ അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യൻ മുസ്ലിം ലീഗ് കൊണ്ടുവന്ന, മുസ്ലിം ലീഗാണ് അതിൽ ജയിച്ചത്. കാരണം അവർ കൊണ്ടുവന്നത് എന്താ വെച്ചാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നല്ല, 2 രാഷ്ട്രക്കാരാണ്, ഒരേ രാഷ്ട്രത്തിൽ ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ല. അതിനെക്കുറിച്ച് പലരും പലതരത്തിലൊക്കെ വാദിച്ചിരുന്നു. നമ്മുടെ മഹാദേവി വള്ളത്തോൾ തന്നെ പറഞ്ഞു, സോദരർ തമ്മിലെ ഒരു പോരല്ല, സൗഹൃദത്തിന്റെ കലങ്ങി മറിയലാം. പക്ഷെ ആ കലങ്ങി മറിയലിൽ പെട്ടിട്ട് 100 കണക്കിന് ആളുകൾ അവരുടെ മുങ്ങി മരിച്ചുപോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ദ്വിരാഷ്ട്രവാദം, ദ്വിരാഷ്ട്ര സിദ്ധാന്തം കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അംഗീകരിച്ചു. പരസ്യമായി പ്രഖ്യാപിക്കാതെ മുസ്ലിം ലീഗിന്റെ മാർഗമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിന്റെ വലിയ നേതാക്കളും ഒക്കെ സ്വീകരിച്ചത്. അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രവും ഒരു മുസ്ലിം രാഷ്ട്രവുമായിട്ട് ഭാഗിച്ചു. അതിനിപ്പോ ആ പേരിട്ടില്ല. മുസ്ലിങ്ങളുടെ കയ്യിലെ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ കീഴിൽ കിട്ടിയ ഭാഗത്തിന് അവർ മുസ്ലിം രാഷ്ട്രം, മുസ്ലിം തിയോക്രറ്റിക് നേഷൻ എന്ന് തന്നെ പറഞ്ഞു. അവർ കുറേ സത്യബോധമുള്ളവരായിരുന്നു. നമ്മൾ കുറേയും കൂടെ ഹിപ്പോക്രറ്റിക്കൽ, ആത്മവഞ്ചനാപരമായ ഒന്നായിരുന്നു മുസ്ലിം. കാരണം നമ്മളിതിനെ മുസ്ലിങ്ങൾ വേറെ പോകുന്നതിനെ അനുവദിക്കുകയും അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും ബാക്കി ഭാഗം അപ്പോൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും 2 രാഷ്ട്രക്കാരാണ്, 2 രാഷ്ട്രമായിട്ട് തന്നെ നിൽക്കാൻ തീർച്ചയാക്കുകയാണെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് കിട്ടിയ ഭാഗം പാകിസ്ഥാൻ എന്ന് പറയാം. അത് മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ മറ്റുള്ള ഹിന്ദു രാഷ്ട്രമാണല്ലോ. അത് പക്ഷെ നമ്മൾ സമ്മതിച്ചിട്ടില്ല. നമ്മുടെ പ്രഖ്യാപനങ്ങളിലൊന്നും അതില്ലെങ്കിലും ഹിന്ദു ഭൂരിപക്ഷമുള്ള അവർ ഭയപ്പെട്ട മാതിരി തന്നെ ഹിന്ദുക്കളുടെ ഭരണത്തിലൊക്കെയുള്ള കൂടുതൽ സ്വാധീനമുള്ള ആ രാഷ്ട്രം, നമ്മളതിനെ സെക്യുലർ ആണ്, ഹിന്ദുസ്ഥാനല്ല ഭാരതം, എല്ലാ മതക്കാർക്കും സ്വാധീനവും സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു. ശരിയാണ്, ഭാരതത്തിൽ അങ്ങനെ ആക്കാനുള്ള വളരെ കാര്യമായ പരിശ്രമങ്ങളൊക്കെ നടന്നെങ്കിലും ഈ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കാതെ നിവർത്തിയില്ല. ആ ദ്വിരാഷ്ട്രവാദത്തിന്റെ രാഷ്ട്രീയ തലത്തിലുള്ള വിജയമായിരുന്നു ഇന്ത്യയുടെ വിഭജനം. അതിലും ദേശീയതയുണ്ട്. ഹിന്ദു ദേശീയതയും ഒരു വശത്തുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. മുസ്ലിം ദേശീയത ഏതായാലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ദേശീയത ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ദേശീയതയ്ക്കനുസരിച്ചുള്ള ആണ് ഈ പാകിസ്ഥാൻ. അന്ന് ഈ ജിന്ന സാഹിബിനെ പറ്റി പലർക്കും അറിയാം, പക്ഷെ പലരും ഓർമ്മിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ. ഈ ജിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ നേതാവായിരുന്നു. ഇന്ത്യയുടെ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ ആളുകൾക്ക് മാറ്റം ഉണ്ടാവാമല്ലോ, ദേശീയതയ്ക്കും മാറ്റം ഉണ്ടാവാം. ഒരിക്കൽ
ഇന്ത്യയുടെ ഐക്യത്തിൽ ഊന്നിയതാണെങ്കിൽ പോലും ഏകരാഷ്ട്ര സിദ്ധാന്തമാണ് പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഫലത്തില് ദ്വിരാഷ്ട്രവാദത്തിന് അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഈ പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കുന്നവരില്ല, അതുമാതിരി ഒരു ക്രിയയാണ് നമ്മുടെ നേതാക്കളൊക്കെ ചെയ്തത്. എല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ്, ഇത് ഹിന്ദു രാഷ്ട്രമല്ല എന്നൊക്കെ പറഞ്ഞു. എങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർ പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിർത്തികളിൽ സൈന്യങ്ങളെ അയക്കുകയും ഇടയ്ക്കിടെ ചില ചെറിയ യുദ്ധങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ആദ്യകാലത്തെ ചരിത്രത്തിലേക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു മുന്നണി നയിച്ചിരുന്ന അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പാകിസ്ഥാന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്. പാകിസ്ഥാനുമായി ഒരു സൈനിക കരാറിൽ വരെ അവര് ഒപ്പുവെക്കുകയുണ്ടായി. പാകിസ്ഥാനെ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. നമ്മൾ അതിനൊക്കെ വിട്ടുവന്നു. പക്ഷേ അമേരിക്കയെ പോലെയുള്ള ശക്തമായ ഒരു രാഷ്ട്രം അതിനെ അംഗീകരിച്ചു. ലോകത്തിൽ പല രാഷ്ട്രങ്ങളും അംഗീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പരസ്പര വൈരുദ്ധ്യങ്ങൾ പലതുമുണ്ട്. അതുകൊണ്ടാണ് അടിച്ചേൽപ്പിക്കാമോ എന്ന ചോദ്യത്തിന് ഖണ്ഡിതമായൊരു ഉത്തരം പറയാൻ പ്രയാസമായിരിക്കുന്നു. അടിച്ചേൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടെങ്കിലും ഒരുപാട് ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്തു. ദേശീയതയെക്കുറിച്ചുള്ള ബോധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് മാറി. പക്ഷെ പിന്നെ വേറൊരു ഭരണം മറിച്ചിലുണ്ടായത്, അതുവരെ 47 വരെ ഇന്ത്യൻ ദേശീയത ഒന്നല്ല രണ്ടാണ് എന്ന് വാദിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗുകാർ 47 ശേഷം ആ പാകിസ്ഥാൻ വാദം ഉപേക്ഷിക്കുകയും ചെയ്തു. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയും കോൺഗ്രസുകാരുടെ കൂടെയും കൂടി ഭരണം പങ്കിട്ട് അധികാരം പങ്കിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവര് ദ്വിരാഷ്ട്രവാദത്തെ പറ്റി മിണ്ടുന്നില്ല. ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ അതൊരു അസുഖകരമായ തലവേദന എന്നാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ മുസ്ലിം ലീഗ് ഇന്ന് സെക്യുലർ പാർട്ടി എന്ന പേര് നേടാനാണ് ഏറ്റവും അധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുവരെ 47 വരെ ദ്വിരാഷ്ട്രവാദക്കാരായിരുന്ന ഇന്ത്യൻ മുസ്ലിം ലീഗ് പിന്നീട് ആ വാദം ഉന്നയിച്ചില്ല. അതുവരെ ഏകരാഷ്ട്രവാദക്കാരായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫലത്തിൽ ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിക്കുകയും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ പരാജയപ്പെട്ടതുപോലെ പെരുമാറേണ്ടി വരികയും ചെയ്യുന്നു. ഇതുകൊണ്ടാണ് ഈ അടിച്ചേൽപ്പിക്കൽ എങ്ങനെയാണ് നടക്കുക, എത്രത്തോളം നടക്കുമെന്നുള്ളത് സംശയകരമാണ്. ചിലപ്പോൾ സൈനിക ശക്തി ഉണ്ടെങ്കിൽ, ജനപിന്തുണ ഉണ്ടെങ്കിൽ അടിച്ചേൽപ്പിച്ചത് നടക്കും. ഇപ്പൊ ഇവിടെ നടക്കുന്ന ആ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെടാനുള്ള ഒരു കാരണം ഈയിടെ അധികാരത്തിൽ വന്ന നമ്മുടെ കേന്ദ്ര ഭരണം കൈക്കലാക്കിയ മോദിയെ പോലെയുള്ള നേതാക്കന്മാര്, മോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ശരി, മോദി ഒരു അഴിമതിക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഒരു കുടുംബം പോലുമില്ല. ഇപ്പൊ കുടുംബ അധികാരത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നിന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു പത്നി ഉണ്ടായിരുന്നെങ്കിലും അതൊരു ഘടകമല്ല, അത് ഉപേക്ഷിച്ചിരിക്കുന്നത്. മക്കളില്ല. ഇപ്പൊ മക്കൾ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് പറയാൻ പറ്റില്ല. കൈക്കൂലി വാങ്ങിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. അപ്പൊ പക്ഷെ കോൺഗ്രസിൽ എന്താ ഉണ്ടായത് അത് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. ഞാൻ ഇന്ന് രാവിലെ കോൺഗ്രസുകാരുടെ ഒരു വലിയ സമ്മേളനത്തില് സിദ്ദിഖിന്റെ ക്ഷണപ്രകാരം ഞാനും പോയി. അവരുടെ കൂടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എങ്കിലും ഉള്ളത് ചിലപ്പോൾ പറയാണ്ടിരിക്കാൻ വയ്യല്ലോ. അടുത്ത കാലത്തെ കോൺഗ്രസിന്റെ പരിണാമത്തില് എനിക്കൊരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കോൺഗ്രസ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, ആത്മഹത്യ ചെയ്തു എന്നുള്ള വിചാരമാണ് എനിക്കുള്ളത്. കാരണം കുറെ വർഷങ്ങളായിട്ട് സോണിയാഗാന്ധി പരിപൂർണമായിട്ട് അധികാരം കൊണ്ടു നടന്നു. അതിനുള്ള പ്രാപ്തി അമ്മയ്ക്കുണ്ട്. വിദേശിയാണെന്നൊക്കെ പറഞ്ഞ ആദ്യം പലരുമൊക്കെ അവരെ തിരസ്കരിച്ചെങ്കിലും കോൺഗ്രസിലെ ഈ 5-8 ഗ്രൂപ്പുകളെ ഒന്നിച്ചു നിർത്തി ഭരണം കോൺഗ്രസിന്റെ പേരിൽ നടത്താനുള്ള കഴിവ് അവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കഴിവിന്റെ പേരിലാണ് മറ്റ് അപവാദങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ്
അവരെ കോൺഗ്രസ് അധികാരത്തിൽ കൊണ്ടുവന്നത്. പക്ഷെ അവർ അധികാരത്തിൽ കൊണ്ടുവന്നതുമില്ല, അധികാരത്തിൽ പേരിന് നിന്നതുമില്ല. റാവുവിനെയൊക്കെ പിടിച്ചു നിർത്തി, സിംഗിനെയൊക്കെ പിടിച്ചു നിർത്തി. അവർ മുമ്പിൽ വരാതെ, അങ്ങനെയുണ്ടല്ലോ ഈ പശ്ചാത്തലത്തിലുള്ള അണിയറയിലുള്ള അധികാരം, അത് യഥാർത്ഥത്തിലുള്ള അധികാരത്തെക്കാൾ വലിയ ശക്തിയുള്ളതാണ്. കാരണം ഉത്തരവാദിത്വമൊന്നുമില്ല. പിന്നെ ഈ നമ്പൂതിരിമാരുടെ സംബന്ധം പോലെയാണ്. മക്കളുണ്ടായാലും അവരെ പോറ്റേണ്ട ഉത്തരവാദിത്വമൊന്നുമില്ല. എങ്കിലും വൈവാഹിക ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് താനും. കുട്ടിപ്പെട്ട് വെച്ചിട്ട് ഏത് തറവാട്ടിലാണെങ്കിലും എൻ്റെ അടുത്തൊരു വേറൊരു മഠം ഉണ്ടാക്കിയിട്ട് അയാൾ സ്വീകരിച്ചെന്ന് വരും. അതുമാതിരി സോണിയാഗാന്ധി അധികാരം കൈക്കലാക്കി. അപ്പൊ കോൺഗ്രസ്സുകാരുടെ എല്ലാ ഗ്രൂപ്പുകാരും സഹകരിച്ചു അവരുമായിട്ട്. അതിന് വളരെ സംഘടനാ വൈദഗ്ധ്യമുള്ള ആളാണ്. അപ്പൊ ഇന്ത്യയുടെ ദേശീയതയ്ക്ക് പരിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും സോണിയാഗാന്ധിയുടെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വകാര്യ അജണ്ട തന്റെ മകനെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മറ്റു വാചകങ്ങളിൽ പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കാനുള്ള അവകാശം നെഹ്റു ഗാന്ധി കുടുംബക്കാർക്ക് മാത്രമേ പാടുള്ളൂ. അത് നെഹ്റുവിനെ, ജവഹർലാൽ നെഹ്റുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ചെറിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നിരിക്കാം. എങ്കിലും അദ്ദേഹം ഒരു ജനാധിപത്യവാദിയായിരുന്നു. ഭരണഘടനയുടെ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിച്ച ഒരാളായിരുന്നു. എന്നാൽ ചിലരുടെ അസുഖകരമായ ചോദ്യങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്നുണ്ടല്ലോ ദേശീയതയെ പറ്റി പറയുമ്പോൾ. എന്തിന് ഈ ഇന്ദിരാഗാന്ധിയെ തന്റെ മകളെ കോൺഗ്രസിന്റെ അധികാരിയാക്കി, നേതാവാക്കി ഭാവിച്ചു. അവരെ മെല്ലെ മെല്ലെ പൊക്കിക്കൊണ്ടുവന്ന് തന്റെ കാലത്തിന് ശേഷം പ്രധാനമന്ത്രിയാകാൻ വരെയുള്ള. അപ്പൊ ഇന്ദിരാഗാന്ധി ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രാപ്തിയുള്ള സ്ത്രീയായി മാറുകയും ചെയ്തു. എന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയ്ക്ക് എന്നും കളങ്കമായ ഒന്ന്, അതായത് പിന്നെ ഒരു അടിയന്തരാവസ്ഥ, എമർജൻസി എന്ന പേര്. എമർജൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഫാഷിസമാണ്. പൂർണ്ണമായ സ്വേച്ഛാധിപത്യമാണ് എമർജൻസി. ഒരു അക്ഷരം മിണ്ടാൻ അധികാരമില്ല. ഒരു പാർട്ടിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പത്രങ്ങൾ പോലും അന്നാരും വായിച്ചിരുന്നില്ല. കാരണം വായിച്ചിരുന്ന കാര്യമൊന്നും ഉണ്ടാവില്ല. രാജ്യത്തിൽ എന്ത് നടക്കുന്നു എന്നുള്ളതൊന്നും അന്ന് പത്രങ്ങളിൽ വന്നിരുന്നില്ല. പലരും മുഖപ്രസംഗം വേണ്ട എന്ന് വെച്ചു. ഉള്ളത് തന്നെ സിനിമയെപ്പറ്റിയോ നാടകത്തെപ്പറ്റിയോ സാഹിത്യത്തെപ്പറ്റിയൊക്കെ വല്ലതും പറയാമെന്നല്ലാതെ രാഷ്ട്രീയ കാര്യങ്ങളെപ്പറ്റി ആർക്കും ഒന്നും പറയാൻ അവകാശമില്ലാത്ത ഒരു ഫാഷിസ്റ്റ്, താൽക്കാലിക ഫാഷിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതിലെത്തിച്ചേർന്നു. അപ്പൊ ആ കോൺഗ്രസിന് ദേശീയതയുടെ പേരിൽ ഫാഷിസത്തെ വിരോധിക്കാനുള്ള ധാർമ്മികമായ പ്രാപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയാത്മകമാണ്. കോൺഗ്രസിന്റെ അപജയം, കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ആത്മഹത്യ, അതോ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അടുത്തൊന്നും എത്താൻ പറ്റില്ല അങ്ങനത്തെ ഒരു പയ്യന് വേണ്ടിയിട്ട്. അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നു, ഒരു കൊല്ലത്തോളം അതിലധികമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വാക്കെങ്കിലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് ഓർമ്മിക്കത്തക്കതായിട്ട് അർത്ഥവത്തായിട്ട് എടുത്തു പറയാൻ നമുക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകർക്ക് പോലും സാധിക്കില്ല. ആ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത്. അതിനു വേണ്ടിയിട്ടാണ് പ്രണാബ് മുഖർജിയെ പ്രസിഡന്റാക്കിയത്. കാരണം ആ കാലത്തിന് ശേഷം ആര് പ്രധാനമന്ത്രി ആവണം എന്നൊരു പ്രശ്നം വന്നാൽ പ്രണാബ് മുഖർജിയെ പോലെ പ്രഗത്ഭനായ ഒരാള് രാജ്യതന്ത്ര പരിചയം കൊണ്ടും പ്രാപ്തി കൊണ്ടും സ്വദേശ സ്നേഹം കൊണ്ടും എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു പ്രതിഭാശാലിയായ ആള് രംഗത്തുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു പയ്യനെ ആരും കൺസിഡർ ചെയ്യില്ല, ചിന്തിക്കാനേ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ വഴിയിൽ നിന്ന് മാറ്റണം. അതിന് ഏറ്റവും നല്ല വഴി അദ്ദേഹത്തെ ചിട്ടപ്പെടുത്തുകയല്ല, കിക്കിംഗ് അപ്സ്റ്റേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. മേനക്കങ്ങനെ തട്ടിവിടുക, പ്രസിഡന്റാക്കുക. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുള്ള ഉപദ്രവം തീർന്നു. വലിയ ഉപദ്രവം സാധിക്കില്ല. നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ ഭരണഘടന പ്രകാരം വളരെ ശക്തിയൊക്കെ ഉള്ള ആളാണെങ്കിൽ പോലും പ്രധാനമന്ത്രി ശക്തനാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല.
അല്ലെങ്കിലും പിന്നെ ദൈനംദിന നയപരിപാടികളുടെ കാര്യത്തില് പ്രസിഡന്റിന് ഇടപെടാനും കഴിയില്ല. കുറെയൊക്കെ ഒത്തുതീർപ്പുകളുടെ പേരിലും ഉണ്ടാതിരിക്കുമെന്നുള്ളതേ. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് പിന്നെ പ്രണബ് മുഖർജിയെ ചവിട്ടിക്കയറ്റുകയും സിംഗിനെ പ്രധാനമന്ത്രിയാക്കി. സിംഗ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റി ആരും കറപ്ഷൻ ആരോപിക്കില്ല. അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്ന കാര്യമാണ്. കാരണം അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ട് എനിക്ക് പരിചയവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വീടുകളിൽ ഫിനാൻസ് മന്ത്രി ആയിരിക്കുന്ന കാലത്ത് പോലും അവരുടെ കുടുംബ അംഗങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങൾ പോലും ഉപയോഗിക്കാത്ത ആളുകളായിരുന്നു സിംഗ് അതേ ആൾക്കാർക്ക്. അങ്ങനത്തെ ആള് ഒരു തരത്തിലുള്ള അഴിമതി ആരോപണത്തിനും ഒരിക്കലും വിധേയനാവാത്ത ആള്, ആകാൻ പ്രാപ്തമില്ലാത്ത ആള് പ്രധാനമന്ത്രിയാൽ നല്ലതായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ദൈനംദിന രാഷ്ട്രീയത്തിന്റെ നൂലാമാലകളിലെ ഗൂഢാലോചനകളിലെ പിന്നെ പാലസ് കോൺസ്പിറസീസ് എന്ന് പറയില്ല നമ്മള്, അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്ന സംഭവങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യത്തില് അതിലൊക്കെ സിംഗിന്റെ ശബ്ദം കേൾക്കാറുണ്ടായില്ല. സോണിയാഗാന്ധി പറഞ്ഞത് ഒപ്പിട്ട് കൊടുക്കുക. അങ്ങനെ അത് ഒപ്പിയാൻ പ്രധാനമന്ത്രി നമുക്കുണ്ടായി. കളങ്കമൊന്നുമില്ല, അദ്ദേഹം അഴിമതിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസ് ചെയ്തത് മുഴുവൻ അഴിമതിയാണ് ഒരു തരത്തിൽ ഈ പയ്യന് വേണ്ടിയിട്ട്. അതാണ് ഞാൻ അതിനെ കോൺഗ്രസിന്റെ ആത്മഹത്യ, കോൺഗ്രസിന്റെ അപജയത്തെ ആത്മഹത്യ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇന്ന് മോദി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദിത്വം കോൺഗ്രസ് നേതാക്കന്മാർക്കാണ് എന്ന് ഞാൻ പറയും. കാരണം അങ്ങനെ വരാതിരിക്കാൻ തടയിടാൻ ഏറ്റവും അധികം സാധ്യതയുണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും, എത്രമാത്രം കറപ്ഷൻ അതിന്റെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപവും ഭാവവും മാറി, അലകും പിടിയും മാറി. എന്നാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, അതിന്റെ പാരമ്പര്യമുണ്ട്. അതിനോടുള്ള ഒരു സൗമനസ്യം, ഗുഡ് വിൽ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭങ്ങളിലൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ട് പോലും കോൺഗ്രസിന് തോൽപ്പിച്ച് അധികാരത്തിലെത്താൻ RSSന്റെയും BJPയുടെയും ഹൈന്ദവ പിന്നെ വിഭാഗീയതയുടെയും, ഹൈന്ദവ ദേശീയത എന്നാണ് അവർ പറയാ, ഹൈന്ദവത്വം എന്ന് പറയാം നമുക്ക്. പക്ഷെ ദേശീയത, ഈ മുസ്ലിം ദേശീയത എന്ന് പറയുന്നത്, ഹിന്ദു ദേശീയത എന്ന് പറയുന്നത്, ഇസ്ലാമികത ഹൈന്ദവത എന്ന് പറയാണ് ശരി. അതിന് ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ദേശീയതയെ കൂട്ടിച്ചേർക്കുന്നത്. ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അധികാരത്തിലെത്താൻ സഹായിച്ചത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അധികാരത്തിന്റെ മേഖലയിൽ നിന്ന് ഈ പിന്നെ ഒരു ദൈവം അല്ലെങ്കിൽ പ്രകൃതി അനുഗ്രഹിച്ച ഒരു DNA-യിലുള്ള ഒരു കഴിവുണ്ടല്ലോ, ചിന്താശക്തിയും ബുദ്ധിശക്തിയും നേതൃത്വ പാഠവും ഒക്കെ, അതില്ലാത്ത ഒരുത്തനെ അല്ലെങ്കിൽ ഒരുത്തിയെ, ജവഹർലാൽ നെഹ്റുവിനെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം തന്റെ പുത്രിയെ അവരോധിച്ചു രാഷ്ട്രീയത്തിൽ. അപ്പൊ കുടുംബാധിപത്യത്തിനുള്ള ആദ്യത്തെ കാൽവെപ്പ് നെഹ്റു തന്നെ നടത്തിയെന്ന് പറയാറുണ്ട്. ശരിയും പകുതി ശരിയും പകുതി തെറ്റുമായിരിക്കാം. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ശേഷം സോണിയാഗാന്ധിയെ അവരോധിച്ചത് ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കുകളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്തത് പ്രാഗൽഭ്യമുള്ള എല്ലാ ആളുകളെയും കോൺഗ്രസിൽ നിന്ന് അകറ്റി, എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്ന് അകറ്റി മറ്റു പാർട്ടികളിൽ എത്തിച്ചോട്ട് വരും. ചിലർ നിൽക്ക് നിശബ്ദരായി. അങ്ങനെയൊക്കെ വന്നിട്ട് ഈ BJPക്കും RSSനും ബദലില്ല എന്നുള്ള ഒരു നിലവാരത്തിൽ എത്തിച്ചു. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് ഏറ്റെടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? കുടുംബാധിപത്യം, വംശാധിപത്യം എന്നൊക്കെ നമുക്ക് പറയാം. നെഹ്റുവോ ഗാന്ധിയോ അതിന് ഉത്തരവാദികളല്ല എന്ന് നമുക്ക് വാദിക്കാമെങ്കിലും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി ആ പാരമ്പര്യം അവകാശപ്പെടുന്ന ആളുകളൊക്കെ കൂടിയിട്ട് അവരുടെയൊക്കെ പേരിൽ സ്ഥാപിച്ചത് ഒരു വംശാധിപത്യമാണ്. ഈ വംശാധിപത്യം ഫാസിസമല്ല നമുക്ക് പറയാം.
പക്ഷേ ഫാസിസത്തിലേക്ക് നയിക്കും. കാരണം അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നുള്ള കുത്തകയാണ് ഇന്ത്യയുടെ ഭരണാധികാരം എന്ന് വന്നാൽ എത്ര കാലം ഇന്ത്യൻ ജനത അത് ടോളറേറ്റ് ചെയ്യും, അതിനെ അംഗീകരിക്കും, അതിന് പിന്തുണ നൽകുമെന്നുള്ളത് ചോദ്യം. കാരണം ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് അക്ഷരജ്ഞാനം കുറവായ ജനങ്ങളുടെ ഭൂരിപക്ഷമുള്ള സാക്ഷരത എന്ന് പറയുന്നത് കേരളത്തിലൊക്കെ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് തന്നെ നമുക്ക് ഉത്തരവാദിത്വം. കേരളത്തിൽ സാക്ഷരത എന്തുകൊണ്ട് മറ്റ് അയൽ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലുണ്ടായെന്ന് ഞാൻ കുറെ ആലോചിച്ചിട്ടുണ്ട്. എന്റെ ധാരണ ആ 19ാം നൂറ്റാണ്ട് മുതൽക്ക് ഇവിടെ നിലനിന്ന ഈ മിഷണറി പ്രവർത്തകന്മാരുടെ പ്രവർത്തനമാണ് അതിന് ഫലം. സാക്ഷരത ഏറ്റവും അധികം വർദ്ധിക്കാനിടയായത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനും ലണ്ടൻ മിഷൻ സൊസൈറ്റിക്കാരും ഒക്കെ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉണ്ടാക്കി. ആ സ്കൂളുകളിലും കോളേജുകളിലും അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാൻ കൂടി വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ആ പള്ളിക്കൂടങ്ങളോടൊപ്പമുള്ള പള്ളിക്കൂടങ്ങളിൽ അത് രണ്ടും കൂടി ഒന്നിച്ചാണ് അവർ കൊണ്ടുവരുന്നത്. അവർണര എന്ന് പറഞ്ഞ് അധകൃതരെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ജനങ്ങളെ ധാരാളമായി പ്രവേശനം അനുവദിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ സാക്ഷരതയുടെ കാരണം. അവരാണ് നമ്മളെ സാക്ഷരത ഇത്രയധികം വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയത്. അവരുടെ സ്കൂളുകളും കോളേജുകളൊക്കെ ഇന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുവരെ പിന്തള്ളപ്പെട്ട് പുറത്താക്കപ്പെട്ടു നിന്നിരുന്ന അവർണ സമൂഹക്കാർക്ക്, ഇപ്പോൾ നമ്മൾ പരിഷ്കരിച്ചൊരു പേര് ദളിത് എന്നാണല്ലോ, ഈ ദളിത് വിഭാഗക്കാർക്ക് അക്ഷരജ്ഞാനം കൊടുക്കുന്നതിൽ അവർ മുന്നിട്ട് നിന്നു. അതിപ്പം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അത് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും വാസ്തവത്തിൽ ഈ സാക്ഷരതയുടെ പ്രചരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് 19ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ മിഷണറി പ്രവർത്തകരായിരുന്നു. ഹിന്ദുക്കൾക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ബൗദ്ധരും ജൈനരും ഒക്കെ വളരെ ചെറിയ തോതിൽ മാത്രം നടത്തിയിരുന്നു. അത് ഏറ്റവും ശക്തമായി നടത്തിയത് ഇവരാണ്. അവരുടെ ആ പ്രയത്നഫലമായിട്ട് സാക്ഷരത. അപ്പൊ ആ സാക്ഷരതയുടെ കാര്യം നോക്കിയാൽ കേരളത്തിന് പുറത്ത്, കാരണം കേരളമാണല്ലോ ഇന്ത്യയുടെ ഒരു ഗേറ്റ് വേ എന്ന് പറയാവുന്നു. കടൽ കടന്ന് വരുന്ന ആളുകൾക്ക് ആദ്യം കേരളത്തിലാണ്. ക്രിസ്തു മതം ആദ്യകാലത്തും പിൽക്കാലത്തും ഒക്കെ ഏറ്റവും അധികം പ്രചരിച്ചതും കേരളത്തിലാണ്. കേരളത്തിൽ നിന്ന് പോയ പുരോഹിതന്മാരും ബിഷപ്പ്മാരും ഒക്കെയാണ് ആസാം വരെ പിന്നീട് പോയത്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും എത്തിയത്. പക്ഷെ അതൊന്നും ഇല്ലാതിരുന്ന മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് മുതലായ സ്ഥലങ്ങളുണ്ടല്ലോ, ഈ ഫാഷിസത്തിന്റെ ഛായയുള്ള അടിയന്തര അവസ്ഥ ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ശക്തയായ ഒരു നേതാവ് ഏർപ്പെടുത്തിയപ്പോൾ ആരാണ് അതിനെ പ്രതിരോധിച്ചത്? കേരളീയരല്ല. കേരളീയരാണ് പിന്താങ്ങുക ചെയ്തിട്ടുള്ളത്. ആ കാലത്തുണ്ടായ തെരഞ്ഞെടുപ്പില് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത് കേരളീയരാണ്. പ്രതിരോധിച്ചത് ഈ മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും ആസാമിലെയും ഒക്കെയുള്ള സാധാരണ ജനങ്ങളാണ്. ഈ രാഷ്ട്രീയ അവബോധത്തിൽ പിന്നാക്കം നിൽക്കുന്ന, അക്ഷരജ്ഞാനം കുറഞ്ഞ, രാഷ്ട്രീയ സംഘടനകൾ അധികം കടന്നു ചെന്നിട്ടില്ലാത്ത അവരാണ് ഇന്ത്യയെ രക്ഷിച്ചത് എന്ന് പറയാം. കാരണം അവരാണ് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തയായ ഒരു ഭരണാധികാരിയെ പുറത്ത് നിർത്താൻ സഹായിച്ചത്, കോൺഗ്രസിനെ ഫാസിസത്തിൽ നിന്ന് രക്ഷിച്ചത് എന്ന് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അധികാരം എന്നൊരു സാധനമുണ്ടല്ലോ, ഈ കാർൽ മാർക്സിനെ പോലെയുള്ള 19ാം നൂറ്റാണ്ടിലെ വലിയ ചിന്തകന്മാർ പോലും സമ്പത്തിന്റെ സമത്വമില്ലാതെയുള്ള അസമത്വത്തോട് കൂടിയ വിതരണം അക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഒക്കെ ഇടവരുത്തുന്നു എന്ന് വാദിച്ചപ്പോൾ കാർൽ മാർക്സിനെ പോലെയുള്ളവരും പോലും കാണാതെ പോയ ഒന്നാണ് ഈ അധികാരത്തിന്റെ കേന്ദ്രീകരണം. ലോർഡ് ആക്ടിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട്, പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറയാറുണ്ട്. അതിന്റെ ഒരു ലഹരി
നമ്മളെ എല്ലാ ഗവൺമെന്റുകളും എല്ലാ ഭരണകൂടങ്ങളും ഇന്ത്യയിലെ ലഹരി നിയന്ത്രണത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ചിലർ പ്രോഹിബിഷൻ, നിയമപ്രകാരമുള്ള നിരോധനം, ചിലര് നിരുത്സാഹപ്പെടുത്തൽ. ഈ നിരോധനവും നിരുത്സാഹപ്പെടുത്തലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലഹരി നിർമാർജനം എന്നൊക്കെ പറഞ്ഞു നടത്തുന്നുണ്ട്. പക്ഷെ അധികാര ലഹരി ഉണ്ടല്ലോ, അതിന്റെ കളികള്, അതിന്റെ അനന്തരഫലങ്ങളെ പലപ്പോഴും ആളുകൾ ആലോചിക്കാറില്ല. അടിയന്തരാവസ്ഥ ഒരു ഫാഷിസ്റ്റ് പ്രവണതയാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ലെങ്കിലും അത് വസ്തുതയാണ്. അതിനെ പ്രതിരോധിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുമല്ല, മറ്റ് ചില പാർട്ടികളും ഒന്നുമല്ല, ജനങ്ങളാണ്. അതും അക്ഷരശൂന്യരായ ജനങ്ങളുടെ ഭൂരിപക്ഷമുള്ള ഇന്ത്യയുടെ സംസ്ഥാനങ്ങളാണ് അതിനെ എതിർത്ത് തോൽപ്പിച്ചത്. ഒരു അവസരം കിട്ടിയാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തന്നെ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും സംഘടനയ്ക്കുമൊക്കെ കേരളത്തിൽ ഒരു അവസരം കിട്ടി. ഐക്യ കേരളം രൂപം കൊണ്ടപ്പോൾ, അങ്ങനെ രൂപം കൊണ്ടപ്പോ അവർക്ക് ഭൂരിപക്ഷം കിട്ടി. അതുവരെ, അതിന്റെ അടുത്ത കാലം വരെ ഐക്യ കേരളത്തിനെതിരായിരുന്നു അവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസാക്കിയിരുന്നു. ദേശീയതയ്ക്കെതിരായ പ്രാദേശികത്വത്തിന്റെ പ്രോത്സാഹനമാണ് ഭാഷാ സംസ്ഥാനങ്ങളിലൂടെ നടക്കപ്പെടുക, അതുകൊണ്ട് അത് വേണ്ട എന്നൊക്കെ പ്രമേയം പാസാക്കി നയം അംഗീകരിച്ചിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. പക്ഷെ ഒരു ഐക്യ കേരള കൺവെൻഷൻ ഉണ്ടായി കൊച്ചിയിൽ. കൊച്ചി രാജകുടുംബം അടക്കം പിന്തുണച്ചു. കേശവമേനോനും കേളപ്പനും മൗലവി സാഹിബും ഒക്കെ അതിന്റെ പിന്നിൽ നിന്നു. അപ്പൊ ജനപിന്തുണ ഈ ആവേശത്തിന് കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ പകുതി തമാശയായിട്ടും പകുതി ഗൗരവത്തോടുകൂടിയും പറയാറുള്ള ഒരു കാര്യം, എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സംഗതിയാണെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുമല്ലോ നമ്മൾ, വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റുകൾ അത് മനസ്സിലാക്കുക എന്ന് ഞാൻ പറയാറുണ്ട്. അത്ര പിന്നിലാണ് അവർ. കാരണം അവർ അടുത്ത കാലം വരെ, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലം വരെ അവർക്ക് ഉപദേശിക്കാൻ നേതാക്കന്മാർ പുറത്തുണ്ടായിരുന്നു, ഇന്ത്യക്ക് പുറത്ത്. അവർക്ക് സ്വയം ചിന്തിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, അതുകൊണ്ട് ചിന്തിക്കാറും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അങ്ങനെയാണ്. 25 കൊല്ലം പഠിച്ച് അപ്പോഴേക്കും അവർ ഉണരും. അങ്ങനെ ഈ ഭാഷാ സംസ്ഥാനങ്ങൾ വിഭാഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പ്രാദേശികത്വത്തിന് പിന്തുണ നൽകുകയല്ല, ദേശീയതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുക എന്നുള്ള ഒരു നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ വന്നു. അപ്പൊ അങ്ങനെ വന്നാൽ അവർ 25 കൊല്ലം പിടിച്ചാൽ തന്നെ പിന്നെ എന്ത് ചെയ്യുന്നച്ചാൽ അതിന് പരിഹാരം, പ്രായശ്ചിത്തം ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ മൂവ്മെന്റിനെ മുന്നിൽ ചാടിക്കിടന്നു നിൽക്കും. ഞങ്ങൾ ആദ്യം മുതൽ തന്നെ എങ്ങനെയായിരുന്നു അതിനൊരു ന്യായീകരണം കണ്ടുപിടിക്കും. എല്ലാ നയപരമായ ചാഞ്ചാട്ടങ്ങളിലും അതിന് സൈദ്ധാന്തികമായ ഒരു ന്യായീകരണം കൊടുക്കാൻ വലിയ വിദഗ്ധന്മാരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ. അവർക്ക് അതിനുള്ളൊരു വൈഭവമുണ്ട്. അങ്ങനെ അവർ പറഞ്ഞു, അത് ഈ ദേശീയതയ്ക്ക് എതിരല്ല ഭാഷാ ഭ്രാന്ത്, ഭാഷാ സ്നേഹം, ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം, മറിച്ച് അത് ഉപദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ദേശീയതയ്ക്ക് താങ്ങായിട്ടാണ് ഉപദേശീയത, സബ് നാഷണലിസം എന്ന് ഒരു വ്യാഖ്യാനം അവർ കൊടുത്തു. അങ്ങനെ സ്വയം ന്യായീകരിച്ച്. മാത്രമല്ല അവർ വേറെയും ചെയ്ത ചില കാര്യങ്ങളുണ്ട്. തങ്ങളുടെ ഒരേ ഒരു നേതാവായിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ ദേശീയത സ്ഥാപിക്കാനുള്ള ഒരു സൈദ്ധാന്തിക ഗ്രന്ഥം എഴുതാൻ ചുമതലപ്പെടുത്തിയ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം, പറഞ്ഞ കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അവര് അതിന്റെ മുന്നിലെത്തി. അതിനനുസരിച്ച് ചരിത്രം വളച്ചൊളിച്ചു എന്ന് പറയാൻ വിളിച്ചു ഇഷ്ടമില്ല.
ചരിത്രം വളച്ചൊടിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് പിന്നെ വാദപ്രതിവാദങ്ങൾ നടക്കാറുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, അപ്പൊ നേർവഴിക്കുള്ള ഒരു ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ചരിത്രമില്ല. ചരിത്രം എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് കാണാൻ കഴിയാത്തൊരു സംഗതിയാണ്. ലാബറട്ടറിയിൽ പരീക്ഷണം നടത്താൻ വയ്യാത്തൊരു സംഗതിയാണ്. പഴയ കാലത്ത് ആളുകൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ആധാരമാക്കിയിട്ട് അപൂർണമായ തെളിവുകളെ പിന്നെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കെട്ടിച്ചമയ്ക്കുന്ന ഒന്നാണ് ചരിത്രം. അത് ഒരു നേർചരിത്രം എന്ന് പറഞ്ഞ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പ്രയാസവുമാണ്. പക്ഷെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കൺസെൻസസ് എന്ന് പറയുമല്ലോ, ജനങ്ങളുടെ ഒരു പൊതു സമവായം ഉള്ള ചരിത്രമുണ്ട്. അതിനെ മാറ്റുന്നു, അതിനെതിരായിട്ടൊന്ന് പറയുന്നു എന്നുള്ളതാണ് ഈ ചരിത്രം വളച്ചൊടിക്കപ്പെടുക എന്നുള്ളതൊക്കെ പറഞ്ഞതിൽ ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ വളച്ചൊടിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അവരവർക്കാണ് കൂടുതൽ ബുദ്ധിയുള്ളത്. അതേ സമയത്ത് ഈ കോൺഗ്രസിന് ഇല്ലാത്ത ഒരു കാര്യമുണ്ട് പലപ്പോഴും അടുത്ത കാലം വരെയും. അതെന്താണെന്ന് വെച്ചാൽ അപ്രമാദിത്വം എന്ന ഒരു അവകാശം അവർ സ്ഥാപിച്ചിട്ടില്ല. നെഹ്റുവിന്റെ കാലത്തോ അതിന്റെ ശേഷവും ഞങ്ങൾക്ക് തെറ്റുപറ്റില്ല എന്ന് ഒരിക്കലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതാണ് അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവായ സർഗാത്മകമായ നേട്ടം എന്ന് ഞാൻ പറയും. കാരണം കമ്മ്യൂണിസ്റ്റുകൾ അത് വാദിക്കുന്നവരാ. മാർക്സ് പറഞ്ഞതാണ് ശരി, അത് മാത്രമാണ് ശരി. അല്ലെങ്കിൽ പിന്നെ നബി തിരുമേനി പറഞ്ഞതാണ് ശരി, അത് പ്രവാചകൻ പറഞ്ഞതാണ് ശരി, അത് മാത്രമാണ് ശരി. അല്ലെങ്കിൽ ക്രിസ്തുദേവൻ എന്താ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ അപ്പോസ്തലന്മാര് പലതരത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളതെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കായിട്ട് കുറെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അത് മാത്രമാണ് ശരി. അത് കൊണ്ടു നടക്കുന്ന പള്ളികളാണ് ക്രിസ്തു മതത്തിന്റെ പള്ളികളാണ് ശരി, മറ്റെല്ലാം തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു പരമ്പര ഉണ്ടായിരുന്നു നമുക്ക്. ദൈവത്തിന്റെ സ്വന്തം പ്രതിനിധികളായിട്ട് മാർപ്പാപ്പമാര് ഉണ്ടായിട്ടുണ്ട്. മാർപ്പാപ്പ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരുണ്ട് ക്രിസ്ത്യൻ ചർച്ചിന്. അപ്പൊ അവരൊക്കെ അപ്രമാദിത്വം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അതിന് ചില അപവാദങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ മാർപ്പാപ്പയ്ക്കയുടെ മുമ്പ് ഒരു മാർപ്പാപ്പ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഈ മധ്യകാലങ്ങളുടെ അവസാനത്തില് ആ കാലത്ത് കുറെ ശാസ്ത്രജ്ഞന്മാരെയും ചിന്തകന്മാരെയും ഒക്കെ ഗലീലിയോ, കോപ്പർനിക്കസ് മുതലായിട്ടുള്ള ആളുകളെയും ഒക്കെ ശിക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ള മാർപ്പാപ്പന്മാരുടെ ചർച്ചുണ്ടായിരുന്നു. അപ്പൊ ചർച്ചിന്റെ കാത്തലിക് ചർച്ചിന്റെ പീഡനങ്ങൾ ഒരുപാട് ആളുകൾ കത്തിക്കരിഞ്ഞുപോയി. ഒരുപാട് ആളുകൾ പിന്നെ അവശരായി, ജയിലിലടച്ചു, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ഞാൻ പറഞ്ഞത് എന്താ, അതിന്റെ പേര് പോൾ രണ്ടാമനാണെന്ന് തോന്നുന്നു, മാർപ്പാപ്പ ആണ്. ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ പറയാം, ദൈവത്തിന്റെ പ്രാതിനിധ്യമുള്ള, ദൈവത്തിന്റെ നേർപ്രതിനിധിയായ ഒരു മാർപ്പാപ്പ തുറന്നു പറഞ്ഞു, നമ്മുടെ മതത്തിൽ മാത്രമല്ല സത്യമുള്ളത്, എല്ലാ മതത്തിലും കുറെ സത്യമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മതഗ്രന്ഥങ്ങളിലായിരിക്കാം അതിന് ഏറ്റവും സ്വീകാര്യമായ പ്രകാശനം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. എങ്കിലും നമ്മുടെ മതത്തിൽ മാത്രമല്ല, എല്ലാ മതത്തിലുമുണ്ട്. അതുകൊണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു സംവാദം നടക്കണം എന്ന് ആദ്യമായി പറഞ്ഞ ഒരാളാണ്. എന്ന് മാത്രമല്ല, ഈ കോപ്പർനിക്കസ് മുതലായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മത നേതാക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി അദ്ദേഹം മാപ്പ് ചോദിക്കുകയും ചെയ്തു. അതായത് 2-3 നൂറ്റാണ്ടുകളായിട്ട് ശാസ്ത്രവിരുദ്ധമായ ഒരു അപ്രമാദിത്വം പുലർത്തിയിട്ടുള്ള മത നേതാക്കൾക്ക് വേണ്ടി, മത അനുയായികൾക്ക് വേണ്ടി, ഈ പോൾ രണ്ടാമനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം മാപ്പ് ചോദിച്ചു. അതൊക്കെ തെറ്റായിരുന്നു. അപ്പോ പള്ളിക്ക് തെറ്റായിരുന്നു എന്ന് പറയാൻ പാടില്ല. ഒരു ചെറിയ മതത്തിന്റെ മതാധിപൻ പോലും അത് ചെയ്യില്ല. ഒരു മഠാധിപൻ പോലും അത് പറയില്ല. ഇതുവരെ ചോദ്യത്തിലുണ്ടായിട്ടില്ല. പക്ഷെ ഈ മാർപ്പാപ്പ, ദൈവത്തിന്റെ സ്വന്തം പ്രതിനിധിയായിട്ടുള്ള കോടിക്കണക്കിലുള്ള കത്തോലിക്ക മതവിശ്വാസികളുടെ അനിഷേധ്യ നേതാവായ മാർപ്പാപ്പ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് അത് സമ്മതിച്ചു. തെറ്റുപറ്റി. 3-4 നൂറ്റാണ്ടുകൾ പുരോഗതിക്കെതിരായിട്ട് ശാസ്ത്രജ്ഞർക്കും
ചിന്തകന്മാർക്കും എതിരായിട്ട് അവരെ പീഡിപ്പിക്കാൻ പള്ളി മുന്നിട്ട് നിന്നു. അതിനുവേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചുകൊള്ളുന്നു, മതങ്ങൾ തമ്മിലൊരു സംവാദം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പലതുണ്ടാകും. ഇപ്പൊ ഈ ദേശീയത്തിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു കാലത്ത് ദേശീയതയായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങൾ പിൽക്കാലത്ത് അതായിക്കൊള്ളുന്നില്ല. ദേശീയ ഗാനത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അടുത്ത് ഉണ്ടായിട്ടുള്ള ഒരു പത്രങ്ങളിലൊക്കെ അതിലൊക്കെ സിനിമാ കൊട്ടകയിലെ ദേശീയ ഗാനം എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ ഈയിടെ വായിക്കേണ്ടായി. എന്തിലായിരുന്നു അത്? പ്രതികൂലത്തിലാണ് ഞാനത് വായിച്ചത്. മറ്റു പല പത്രങ്ങളിലും വന്നിട്ടുണ്ടാകും. ഈ ദേശീയ ഗാനം സിനിമാ പ്രദർശനങ്ങളുടെയൊക്കെ എന്തുകൊണ്ടാണ് മുന്നിൽ കൊണ്ടുവച്ചത് നിശ്ചയില്ല. മുമ്പൊക്കെ പതിവ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് സിനിമാ പ്രദർശനത്തിന്റെ അവസാനത്തിൽ എല്ലാവരും എണീറ്റ് വന്ന് ദേശീയ ഗാനം ആലപിക്കുന്ന ഒരു പതിവാണ്. പക്ഷെ എന്തെങ്കിലും ഒരു പുതുമ വേണ്ടേ എന്നുള്ള വെച്ചിട്ടായിരിക്കും. ആദ്യത്തിൽ വേണം, അത് നിർബന്ധമാണ് എന്ന് ഈ പുതിയ ഗവൺമെന്റ് വാദിച്ചപ്പോഴും അതിനെതിരായിട്ട് ചിലർ നിൽക്കുകയുണ്ടായി. ദേശീയ ഗാനത്തിന്റെ ചരിത്രം നോക്കിയാൽ അതിലൊരു ഐകരൂപ്യം കാണുകയില്ല. അത് ശരിയാണ്. വന്ദേമാതരമാണ് ഒരു കാലത്ത്, 47-ലും വന്ദേമാതരമാണ്, അതുവരെയും വന്ദേമാതരമാണ് ദേശീയ ഗാനം എന്നുള്ളതിനൊക്കെ അംഗീകരിക്കപ്പെട്ടിരുന്നത്. അതിനെപ്പറ്റി ചോദ്യം ഉണ്ടായിരുന്നില്ല. 60-ലാണ് മാറ്റിയത്. 47 കഴിഞ്ഞ് 57 കഴിഞ്ഞ് 13-14 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ദേശീയ ഗാനത്തില് ഒരു പന്തികേടുണ്ട് എന്ന് നമ്മുടെ ഭരണകൂടത്തിന് തോന്നിയത്. അപ്പൊ വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ള അന്വേഷണം. അപ്പൊ ചിലപ്പോ ഞാനത് ഇന്നലെ മുൻ പ്രസംഗത്തിൽ പറയുകയും ചെയ്തു തോന്നുന്നു. ഈ പട പേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളിച്ച് പട എന്ന പോലെ വന്ദേമാതരം ചില മതവിശ്വാസങ്ങൾക്ക് എതിരാണെന്ന് വിചാരിച്ച് മാറ്റണമെന്ന് ആലോചിച്ചപ്പോ ബ്രിട്ടീഷ് ചക്രവർത്തിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതിനാണ് ജനഗണമനക്കാണ് വന്നത്. അതുകൊണ്ട് ജനഗണമന എന്നുള്ളത് ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടു. ഏത് ഗാനം അംഗീകരിച്ചാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നിർബന്ധിച്ച് നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന പ്രശ്നം അതാണ്. ദേശീയത അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി അനിഷേധ്യമായ ഒരു ശക്തിയായി അതിനെ രൂപപ്പെടുത്താൻ വേണ്ടി ദേശീയ ഗാനം നിർബന്ധിച്ച് നടപ്പിലാക്കണമോ? വെറുതെ വിനോദത്തിന് വേണ്ടി സിനിമ കാണാൻ വന്നിരിക്കുന്ന ആളുകളെ ദ്രോഹിക്കാൻ ഈ ഒരു പാട്ട് വെച്ചിട്ടേ പാടുള്ളൂ എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ചിലതിനെ എതിർത്തു. ആ എതിർത്ത ആളുകള് ദേശീയ വിരുദ്ധന്മാരാണ് എന്ന് മറ്റു ചിലർ ആക്ഷേപം പറയുകയും ചെയ്തു. ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ദേശീയ ഗാനങ്ങളൊക്കെ വരും പോവും. ദേശീയ വികാരം എന്ന് പറയുന്നത് അങ്ങനെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ പറ്റില്ല. അധ്യാപകരായ ചിലര്, എന്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായിട്ടുള്ള ചില അധ്യാപകർ ഇപ്പോഴത്തെ കാലത്ത് വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ടത്ര ബഹുമാനം തരുന്നില്ല എന്ന് പറയാറുണ്ട്. അവർ ക്ലാസ്സിലിരിക്കുമ്പോൾ സംസാരിക്കുന്നു, ക്ലാസ്സിന് പുറത്തു പോകുന്നു, ക്ലാസ്സിൽ രാഷ്ട്രീയം നടത്തുന്നു. അധ്യാപക ലോകത്തോടുള്ള ഒരു വെല്ലുവിളി ആയിട്ട് ഈ ബഹുമാനക്കുറവിനെ കാണുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ ബഹുമാനം പലപ്പോഴും അത് ചിന്തിക്കാനൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ബഹുമാനം എന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധിച്ച് വാങ്ങാവുന്ന ഒരു സാധനമാണോ? സ്നേഹം നിർബന്ധിച്ചുണ്ടാക്കാൻ പറ്റുമോ? ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ളതോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആയിട്ടുള്ള സ്നേഹം അത് ചില പ്രവർത്തനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, സാഹചര്യങ്ങളിലൂടെ വളർന്നു വരികയാണ്, പുഷ്ടിപ്പെട്ടു വരികയാണ്. ചിലപ്പോൾ അതിന് വിഘാതം ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ വഞ്ചന കലർന്നു വന്ന് വരാം, അങ്ങനെ ഉണ്ടാവാം. അപ്പൊ അതുപോലെ തന്നെ ഈ ദേശീയത വിരുദ്ധമായ ഒരു വികാരം ജനങ്ങളിൽ ചിലര് കൊണ്ടു നടക്കുകയാണെങ്കിൽ അവരുടെ മുകളിൽ ദേശീയ ബോധം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഈ സിനിമ തിയേറ്ററുകളിൽ പോലും ദേശീയ ഗാനം നിർബന്ധമാക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ വന്നാൽ ഈ ക്ലാസ്സില് വിദ്യാർത്ഥികൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, ബഹുമാനം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന അധ്യാപകന് പിന്നെന്താ പരിഹാരം?
അവരെ ശിക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബഹുമാനക്കുറവ് ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ പേരിൽ അധ്യാപകൻ ശിക്ഷിക്കുമ്പോൾ അധ്യാപകന്റെ കഴിവുകേട്, ആത്മവിശ്വാസക്കുറവ്, ആത്മാർത്ഥതക്കുറവായിരിക്കാം. അത് ചില വിദ്യാർത്ഥികൾക്ക് അങ്ങനെ തോന്നുന്നു. ആ തോന്നല് ഇരട്ടിപ്പിക്കാനാണ് ഈ ബലപ്രയോഗം സഹായിക്കുക. അതുപോലെ തന്നെയാണ് ദേശീയതയുടെ കാര്യത്തിലും. ദേശീയ ബോധം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ അതിന്റെ ഫലം വിപരീതമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അത് ചിലപ്പോൾ താൽക്കാലികമായി വിജയിച്ചേക്കാം, എങ്കിലും ആത്യന്തികമായി ദീർഘകാല അടിസ്ഥാനത്തിൽ ദേശീയ ബോധത്തിന്റെ തളർച്ചയാണ് അത് കാണിക്കുന്നത്. ചരിത്രത്തെപ്പറ്റി വളരെയധികം ചിന്തിക്കുകയും നാഗരികതകളെപ്പറ്റി താത്വികമായി പഠിച്ച് 10 വോള്യങ്ങൾ എഴുതി, സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ 10 വോള്യങ്ങൾ എഴുതുകയും ചെയ്തിട്ടുള്ള അർണോൾഡ് ടോയിൻബി അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. എപ്പോഴാണ് ഈ നിർബന്ധം വരുന്നത്? എന്തെങ്കിലും ഒരു കാര്യം, ദേശീയതയാകട്ടെ, അല്ലെങ്കിൽ മതമാകട്ടെ, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോടുള്ള സ്നേഹ ബഹുമാന ആദരങ്ങളാകട്ടെ, അതൊക്കെ നിർബന്ധിച്ച് ഏൽപ്പിക്കണം എന്ന് തോന്നുന്നത് എപ്പോഴാണെന്നുള്ളതിനെ പറ്റിയിട്ട് ടോയിൻബിയുടെ ഒരു നിരീക്ഷണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു നാഗരികതയുടെ ആദ്യ ഘട്ടങ്ങളിൽ, അത് രൂപപ്പെട്ടു വരുന്ന ആ ഘട്ടങ്ങളിൽ അതിന് എതിരുണ്ടാവും. അതായത് അതിന് ചില വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും. അങ്ങനെ വരുമ്പോ ഒരു കൂട്ടം ആളുകൾ നായകന്മാരായിട്ട് മുന്നോട്ട് വരും. അവരംഗീകരിക്കപ്പെടും, അവർ ശ്ലാഘിക്കപ്പെടും, അവർക്ക് അധികാരം അവരുടെ കയ്യിൽ സ്വയമേ വന്നു ചേരും. അങ്ങനെയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ അധികാരം ആദ്യം കിട്ടിയത്. നെഹ്റുവിനെയൊക്കെ ആളുകൾ പ്രധാനമന്ത്രിയാക്കിയതും അദ്ദേഹത്തെ അനുസരിച്ചതും പല പരീക്ഷണങ്ങളിലൂടെ ഇന്ത്യയെ നയിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തി നൽകിയതുമൊക്കെ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്ന ഒരു ആനുകൂല്യമാണ് അത്. അതിനെ ടോയിൻബി നിർവചിക്കുന്നത് അതൊരു ക്രിയേറ്റീവ് മൈനോറിറ്റി, സർഗശക്തിയുള്ള ഒരു ന്യൂനപക്ഷമാണ് ആ തരത്തിലുള്ള നേതൃത്വം ഉണ്ടാക്കുന്നതെന്നും അത് അടിച്ചേൽപ്പിക്കുന്നതൊന്നുമല്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വരികയാണ്. ആ വരുന്ന വരവിൽ അവർക്ക് എന്തും ചെയ്യാൻ കഴിയും, ജനങ്ങളെ കൂടെ കൊണ്ടുപോകാൻ കഴിയും. അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരുപക്ഷെ അവരെ വലിയ സ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി പദത്തിലോ പ്രസിഡന്റ് പദത്തിലോ മന്ത്രിപദത്തിലോ ഒക്കെ എത്തിക്കാനുള്ള കഴിവ് അതിനുണ്ടായിരിക്കും. ആ തരംഗത്തിലാണ് ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയുടെ വെല്ലുവിളികൾ നേരിടാനുള്ള പ്രാഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാഗരികതകളിൽ അതിന്റെ ചരിത്രത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ ഇങ്ങനെയുള്ള ക്രിയേറ്റീവ് മൈനോറിറ്റി, അങ്ങനെയാണ് ടോയിൻബി അതിനെപ്പറ്റി പറയുന്നത്. ആ ക്രിയേറ്റീവ് മൈനോറിറ്റി കുറച്ച് കഴിയുമ്പോൾ അവർ അധികാരത്തിലെത്തുമല്ലോ. അവരെല്ലാവരും വാഴ്ത്തും, പ്രശംസിക്കും, അധികാരത്തിലെത്തിക്കും. അങ്ങനെ അധികാരത്തിലെത്തുമ്പോൾ അവര് പഠിച്ചു തന്നെ പാടിത്തുടങ്ങും. ഈ വെല്ലുവിളികളെ നേരിടാൻ, ആദ്യകാലത്തുണ്ടായ വെല്ലുവിളികളെ നേരിടാൻ എന്ത് പ്രതിവിധിയാണോ അവരുപയോഗപ്പെടുത്തിയത് ആ പ്രതിവിധി വീണ്ടും വീണ്ടും അവരുപയോഗപ്പെടുത്തും. കാരണം മനുഷ്യന് ശീലം എന്നൊരു ഭാര്യ ഉണ്ടല്ലോ, കുറച്ചു കാലം കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. 10-40 വയസ്സായാൽ ഹാബിറ്റ് എന്നൊരു ഭാര്യയെ കൂടി നമുക്കുണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിയിൽപ്പെട്ട ആളുകൾ അവർ പഠിച്ചത് പാടുന്നു, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവരുടെ അധികാരവും അവരുടെ ഉത്തരവാദിത്തങ്ങളും തിരക്കുകളും ഒന്നും അവരെ സഹായിക്കില്ല. അപ്പൊ പുതിയതായിട്ട് ചിന്തിക്കാനുള്ളത്, പഠിച്ചത് അങ്ങനെ തന്നെ ആവർത്തിക്കാനുള്ള പ്രവണതയാണ് അവരിൽ ഉണ്ട്. അപ്പോഴേക്കും അവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കും. അവരുടെ നേതൃത്വം അനിഷേധ്യമായി മാറിയിരിക്കും. അവരെ എതിർക്കുന്നവര് ദേശീയ വിരുദ്ധരാണ് എന്ന് മുദ്രകുത്താൻ അവർക്ക് സാധിക്കും. അങ്ങനെയൊക്കെ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ആ തിയറിയുടെ കാര്യമായൊരു ഭാഗം ചാലഞ്ച് ആൻഡ് റെസ്പോൺസ് എന്നുള്ളതാണ്. വെല്ലുവിളിയും
പ്രതികരണവും എന്നാണ്. അതായത് ആ ചാലഞ്ച് അത് ഏറ്റെടുത്തിട്ടുള്ള ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി, അവരുടെ നേതൃത്വത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ പുതിയ വെല്ലുവിളികളാണ് വരുന്നത്. പക്ഷെ പുതിയ വെല്ലുവിളികൾക്ക് ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി, അധികാരത്തിലെത്തിയിട്ടുള്ള ഈ ക്രിയേറ്റീവ് മൈനോറിറ്റിക്ക് പഴയ മറുപടി തന്നെ തരാനുള്ളൂ, പഴയ റെസ്പോൺസ് തന്നെ അവർക്കുള്ളൂ. അപ്പൊ അവര് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ അനുസരിക്കുന്നില്ല ജനങ്ങൾ എന്ന് വരുമ്പോൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെയാണ് നിർബന്ധിതമായ നേതൃത്വം. അപ്പൊ അവരധികാരത്തിലെത്തി ആ അധികാരം നിലനിർത്താൻ വേണ്ടി അവര് തങ്ങളുടെ കയ്യിലുള്ള തുരുമ്പ് പിടിച്ച പഴയ ആശയങ്ങളും നയങ്ങളും ഒക്കെ നടപ്പിലാക്കാൻ ശ്രമിക്കും. അതിനെ എതിർക്കുന്നവരെ മർദ്ദിക്കാൻ ശ്രമിക്കും. അവ സൃഷ്ടിപരമായിട്ട് ചില കഴിവില്ലാതെ ആവുമ്പോഴാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. എഴുത്തുകാരുടെ കാര്യത്തിലും അത് സംഭവിക്കാറുണ്ട്. ഒരു നല്ല നോവൽ ആർക്കും എഴുതാൻ കഴിയുന്ന പറയുന്നത് നല്ല അനുഭവങ്ങളിൽ നിന്ന് പിന്നെ അത് തന്നെ ആവർത്തിക്കും. പറ്റും കവികളും അങ്ങനെ ആവർത്തിക്കാറുണ്ട്. സ്വയം ആവർത്തിക്കുന്ന പതിവ് കവികൾക്കും കഥാകൃത്തുക്കൾക്കും മാത്രമല്ല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ ആദ്യം കണ്ടിട്ടുള്ള ഫലപ്രദമായി അനുഭവിച്ചിട്ടുള്ള ആ നയപരിപാടികൾ തുടർന്ന് നടത്തും. പക്ഷെ കാലം മാറി. അതുകൊണ്ട് ഈ വെല്ലുവിളികളുടെ സ്വഭാവം മാറി. പുതിയ വെല്ലുവിളികളെ നേരിടാൻ ഇവർക്ക് സാധിക്കാതെ വരുമ്പോഴാണ് ഈ ക്രിയേറ്റീവ് മൈനോറിറ്റി ഒരു കൺട്രോളിംഗ് മൈനോറിറ്റി ആയിട്ട് രൂപം മാറുന്നത്. അപ്പം അതാണ് അടിച്ചേൽപ്പിക്കലുണ്ടാവുന്നത്. ദേശീയതയുടെ കാര്യത്തിൽ ശരിയാണ്. ദേശീയ ബോധം ഉണർത്തി വളർത്തി സംഘടിപ്പിച്ച് ഇന്ത്യ മുഴുവൻ പ്രചരിപ്പിച്ച് പുതിയ ഭരണഘടനയും ഭരണ വ്യവസ്ഥയും ഒക്കെ ഉണ്ടാക്കി നയപരിപാടികൾ നടപ്പിൽ വരുത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ആ പഴയ രീതി ആവർത്തിക്കാനാണ് കഴിയുന്നത്. ആ കുടുംബങ്ങളെപ്പോലും ആ പാരമ്പര്യത്തെപ്പോലും നിന്ദിക്കുന്നില്ല അവരും. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ അവരുടെ ഇതിന് വഴങ്ങുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അത് അടിച്ചേൽപ്പിക്കണം എന്നവർക്ക് തോന്നുന്നു. ഇപ്പോ ഞാൻ നേരത്തെ ഒരിക്കൽ ഒരു ഉദാഹരണമായിട്ട് പറയാറുണ്ട്. എല്ലാ ജന്തുക്കളും ആളുകളെ ആക്രമിക്കുന്നത് അവരുടെ ശക്തിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം കൊണ്ടല്ല, അശക്തിയെക്കുറിച്ചുള്ള അധമബോധം കൊണ്ടാണ്. എന്താണ് അതിന് പറയാം, അധമബോധം എന്ന് പറയാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് നേരിടുമ്പോഴാണ് പാമ്പിനെ ചവിട്ടിയാൽ അത് വിചാരിക്കുന്നത് അതിനെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പൊ പരിഹരിക്കും, കടിക്കും. പുലിയായാലും സിംഹമായാലും ആനയായാലും വന്യജന്തുക്കളൊക്കെ ആക്രമിക്കുന്നത് അങ്ങനെയാണ്. ഈ കള്ളന്മാരെ പറ്റി പറയാറുണ്ട്. കളവ് നടത്തുന്ന ആളുകൾ ഒരിക്കലും ഒരു വീടിന്റെ ഓട് മാറ്റിയിട്ടാണ് കള്ളൻ അകത്ത് കിടന്ന് കളവ് നടത്തിയതെങ്കിൽ പിന്നെ അയാളുടെ പതിവ് എപ്പോഴും അതായിരിക്കും. അയാൾക്ക് ഈ ഓട് മാറ്റിയിട്ടുള്ള കളവല്ലാതെ പിന്നെ അതിൽ തുറന്നിട്ടുള്ള കളവ് സാധിക്കില്ല. അയാൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. അയാൾ ശീലിച്ചുപോയി. അപ്പൊ അത് ഒരു സമ്പ്രദായമായിട്ട് മാറി. വേറൊരു തരത്തിൽ അതിനെ മാറ്റാൻ കഴിയില്ല. പതിവുകൾ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതുപോലെയാണ് സംഭവിക്കുന്നത്. ഒരിക്കൽ ക്രിയാത്മകമായ സർഗാത്മകമായ ഒരു മൈനോറിറ്റി ആയിട്ട് സമൂഹത്തിന്റെ നേതൃത്വത്തിലെത്തിയ ആളുകൾ അവരതേ പ്രയോഗം പിന്നെ നടത്തുമ്പോൾ ഫലപ്രദമല്ലാതെ വരുന്നു. അപ്പോൾ തങ്ങളോടുള്ള ധിക്കാരമാണ്, തങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചുള്ള വിവരം കുറവാണ് എന്നൊക്കെ വെച്ച് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കും. ദേശീയതര കാര്യത്തിലും ഇന്ന് ചിലർക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ സിനിമാ കൊട്ടകയിലെ ദേശീയ ഗാനാലാപനത്തിലും വരെ നടപ്പിലാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ നേതൃത്വത്തിന് വെല്ലുവിളി നേരിടുന്നു. ആ വെല്ലുവിളിക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ അവശത, ഈ അധമബോധം, ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മറച്ചുവെക്കാനുള്ള ഒരു നാടക രൂപമായിട്ടുള്ള ാണ് ഈ നിർബന്ധ ബുദ്ധി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ നമ്മൾ ചരിത്രം നോക്കിയാൽ പലപ്പോഴും ഒരു കാലത്ത് സ്വാഭാവികമായ നേതൃത്വം കൊടുത്ത ആളുകൾ, കക്ഷികൾ, പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെയും പിൽക്കാലത്ത് അതിനുള്ള പ്രാപ്തി ഇല്ലാതെ ആവുകയും അതിന്റെ ഫലമായിട്ട്
അതേ നയങ്ങള് അപ്രമാദിത്വം അവകാശപ്പെട്ടുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. അത്തരം സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ നിർബന്ധിതമായ ചില പരിപാടികൾ, ചില ബാഹ്യ അനുഷ്ഠാനങ്ങളിലൂടെ ദേശീയതയെ പോഷിപ്പിക്കാം എന്ന് ആളുകൾ വിചാരിച്ചു പോകുന്നത്. അതുകൊണ്ട് എന്ത് ഫലം? ആർക്കാണ് ഫലം? ആർക്കാണ് ഗുണം? ഗുണമുണ്ടാവുന്നത് എതിരാളികൾക്കാണ്. ദേശീയത അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന എന്തും അങ്ങനെയാണല്ലോ നമ്മൾ ആവി യന്ത്രമൊക്കെ കണ്ടുപിടിക്കാനിടയായത്. സാധാരണ നിലയ്ക്ക് തീ കത്തുകയും പുക വരികയും ചൂട് വരികയും ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല. അത് ആവി അടിച്ചമർത്തുമ്പോഴാണ് തിരിച്ചടിക്കുന്നത്. അത് ശക്തിയായി മാറുന്നു, എതിർ ശക്തിയായിട്ട് മാറുന്നു. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അത് അറിവില്ലാതെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഒരു ദേശീയ ബോധത്തിനെ അനുകൂലിക്കുന്നതിന് പകരം വിപരീത ഫലത്തിലേക്ക് അത് എത്തിക്കും എന്നൊരു തോന്നലാണ് നമുക്കുണ്ടാവേണ്ടത്. ഇതില് മറ്റു ചില വശങ്ങളും കൂടിയിട്ടുണ്ട്. ഇപ്പൊ ഒരു മതവിശ്വാസിയാണെങ്കിൽ ആ മതത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്രമാദിത്വം പ്രഖ്യാപിക്കാതെ നമുക്ക് ശരിയായ മതവിശ്വാസിയാകാൻ കഴിയില്ല. കാരണം തന്റെ മത നേതാവ്, സ്ഥാപകൻ അല്ലെങ്കിൽ പുരോഹിതൻ പറയുന്നത് സത്യമാണ്, അത് മാത്രമാണ് സത്യം എന്ന് കോടതി പറയാറുണ്ടല്ലോ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായ ആളെ മതവിശ്വാസിയാവുകയുള്ളൂ. അല്ലെങ്കിൽ അയാള് മതം ഒരഭിപ്രായം എന്നുള്ള എനിക്ക് മതം ജീവിതത്തിൽ പ്രധാനമായി കാണുന്ന ആളുകൾക്ക് മറ്റ് മതങ്ങളെക്കുറിച്ച് ആദരവും അംഗീകാരവും ഒക്കെ ഉണ്ടാകും. പ്രയാസമാണ്. പ്രത്യേകിച്ചും ഇപ്പൊ ഹിന്ദു മതം നമ്മൾ പറയാറുണ്ട്. അത് മതമാണോ അല്ലേ എന്നുള്ളത് വളരെ സംശയാത്മകമായ കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനുള്ള ബഹുദൈവ വിശ്വാസവും വിഗ്രഹാരാധനയുമൊക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കാതെ ഒരാൾ ക്രിസ്തുമത വിശ്വാസിയാവാൻ പറ്റില്ല. ഇസ്ലാമിക മത വിശ്വാസിയാവാൻ പറ്റില്ല. കാരണം ആ മതങ്ങളുടെയൊക്കെ അടിസ്ഥാനപരമായ തത്വം ബഹുദൈവ വിശ്വാസവും ബിംബാരാധനയും നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ചെയ്യുന്ന ആളുകൾ മതവിരുദ്ധരാണ്. അവർക്ക് നരകമേ ഉള്ളൂ. അവർ പാപം ചെയ്യുന്നവരാണ്. അവരെ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ഒരു ദിഗ്വിജയം തന്നെ നടത്തണം എന്നാണ് മതവിശ്വാസികൾക്ക് സ്വാഭാവികമായി അവരുടെ വിശ്വാസത്തെ അതിന്റെ ലോജിക്കൽ കംപ്ലീറ്റ്നെസ്സിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, യുക്തിപരമായ അതിന്റെ കേവലത അംഗീകരിക്കുകയാണെങ്കിൽ മതവിശ്വാസികൾ ആ മതം ലോകം മുഴുവൻ അംഗീകരിക്കണം എന്ന് വിചാരിക്കേണ്ടവരാണ്. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അവരൊക്കെ നരകത്തിൽ പോകുമെന്നും പാപികളാണെന്നും അവരെ ശിക്ഷിക്കണമെന്നും നിരുത്സാഹപ്പെടുത്തണമെന്നും കൂടി അതിന്റെ അനുബന്ധമായിട്ട് അവർ ചിന്തിക്കേണ്ടി വരും. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഭാഗ്യവശാൽ എന്ന് ഞാൻ പറയും നടക്കുന്നത് മതവിശ്വാസികൾ പോലും അവരുടെ മതഗ്രന്ഥങ്ങളിലോ അവരുടെ മതസ്ഥാപനങ്ങളുടെ പ്രഖ്യാപനങ്ങളിലോ പറയുന്ന പോലെ ഏകദൈവ വിശ്വാസത്തെ മുറുകി പിടിച്ച് ബഹുമതവിശ്വാസികളെ കാഫിർമാരായിട്ട് മ്ലേച്ഛന്മാരായിട്ടൊക്കെ കരുതുന്നില്ല. സാധാരണ ജീവിതത്തിൽ അവരെല്ലാം അംഗീകരിക്കുന്നു. അതാണ് ഭാരതത്തിൽ, ഇന്ത്യയിൽ നമുക്കുണ്ടായിട്ടുള്ളൊരു വലിയ നേട്ടം. വിവിധ മതക്കാരായ ആളുകൾ വന്നു, അവർ മനുഷ്യരാണ് എന്നുള്ള ബോധം. അതിന് ഞാൻ കാണുന്ന ഒരു വിരുദ്ധമായൊരു പ്രവണത, ചെറിയ സ്കൂളുകളും കോളേജുകളും ഒക്കെ മതസ്ഥാപനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അത് പാടില്ല. ഞാൻ ചിലരോടൊക്കെ ചോദിക്കുകയുണ്ടായി. ചില മതസ്ഥാപനങ്ങൾ നടത്തുന്ന കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെയുള്ള ആളുകൾ എൻ്റെ അടുത്ത് വർത്തമാനം പറയാൻ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ സ്ഥാപനത്തിൽ മതബോധം, സദാചാരബോധം, ധാർമ്മികത്വമൊക്കെ പഠിപ്പിക്കാം? അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയും. പക്ഷേ പ്രായണ ഒരു മുസ്ലിം സ്ഥാപനം നടത്തുന്ന കോളേജിൽ ഇസ്ലാമിക മതത്തിനാണ് പ്രാമുഖ്യം. കൂടുതൽ വിദ്യാർത്ഥികളും അധ്യാപകരും അത് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. അവര് മറിച്ച് ഉള്ള ഒരു വിശ്വാസം കണ്ടിട്ടുണ്ടാവില്ല. കുട്ടികളുടെ കാലത്താണല്ലോ കുട്ടികളുടെ മനസ്സ് ഒഴിഞ്ഞ സ്ലേറ്റ് മാതിരിയാണ്.
അതിലെന്തോ എഴുതി ഉണ്ടാക്കാം. പക്ഷെ അതിൽ എഴുതി ഉണ്ടാക്കിയത് അവിടെ നിൽക്കുകയും ചെയ്യും. അത് മാറ്റാൻ വലിയ പ്രയാസമാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഗുണം, ഞാൻ എൻ്റെ ഗ്രാമത്തില് ഒരു സ്കൂളൊക്കെ നടത്തിയിരുന്നത്, പിന്നെ ഹൈസ്കൂളായി, പിന്നെ ബാസിൽ മിഷൻകാരാണ്. അപ്പൊ അതിന് പഠിച്ചിരുന്നവരും പഠിപ്പിച്ചിരുന്നവരും ഒക്കെ ആളുകൾ ഹിന്ദുക്കള്, ക്രിസ്ത്യാനികള്, മുസ്ലിങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തുക്കള് അതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഇതൊന്നും അല്ലാത്ത ആളുകളുമുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുമുണ്ട്. അങ്ങനെ വൈചിത്ര്യമുള്ള ആളുകൾ ഒന്നിച്ച് പഠിക്കുന്നത് കുട്ടിക്കാലത്ത് വലിയൊരു അനുഭവമാണ്. മതവിശ്വാസ ഉള്ളവരും മതസംഘടനകളിൽപ്പെട്ടവരും നടത്തുന്ന വിദ്യാലയങ്ങൾ ഈ ദേശീയത പ്രചരിപ്പിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം മുസ്ലിങ്ങൾ മാത്രം ഭൂരിപക്ഷമായിട്ടുള്ള അവരുടെ പ്രാർത്ഥന നടത്തുന്ന അതിൽ എത്ര സെക്യുലറിസം പഠിപ്പിച്ചാലും ശരി, അനുഭവം തമ്മിൽ തച്ചിട്ട്, സ്നേഹിച്ചിട്ട്, പിണങ്ങിയിട്ട്, അടിപിടി കൂടിയിട്ട് ഒക്കെയുള്ള അനുഭവങ്ങളിലൂടെ നമുക്ക് എല്ലാ മതക്കാരെയും അറിയാൻ കഴിയുന്ന ആ ഒരു സാഹചര്യത്തിൽ വളർന്ന ആളുകൾക്കും ഒരു മതവിശ്വാസികളും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളും മാത്രം ബാല്യകാല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവർക്കൊരിക്കലും യഥാർത്ഥത്തിൽ സെക്യുലറിസത്തെ ആസ്വദിക്കാൻ കഴിയില്ല. എന്റെ ശൈശവ സ്മരണകളിലേക്ക് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ ശൈശവ സ്മരണകളിലേക്ക് പോകുമ്പോൾ അതിൽ നിങ്ങളുടെ മതം, നിങ്ങളുടെ കക്ഷി, നിങ്ങളുടെ ജാതി, അതിൽപ്പെട്ടവരല്ലാത്ത ആളുകളെ, അപ്പൊ അത് വളർന്നാലും നിലനിൽക്കും. ഏത് കാലത്തും നിലനിൽക്കുന്ന ഒന്നാണ് ഈ ശൈശവത്തിലുള്ള സൗഹൃദങ്ങൾ. ആ സൗഹൃദങ്ങൾ കൊട്ടി അടയ്ക്കപ്പെടുകയാണ് മതസംഘടനകൾ നടത്തുന്നത്. അതുകൊണ്ട് എനിക്ക് ദേശീയതയെ നിലനിർത്തണം, ശക്തിപ്പെടുത്തണം എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, ഈ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെയും സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ മേഖലയിൽ സ്ഥാപനങ്ങള് അവ നടത്താനുള്ള അധികാരം കൊടുക്കരുത് എന്നുള്ളതാണ്. അതിന് പകരം അതൊക്കെ പൊതുസ്ഥാപനങ്ങൾ നടത്തുക. പിന്നെ വളർന്നതിന് ശേഷം ആ വിദ്യാർത്ഥിക്ക് ഏത് മതത്തിന്, ഏത് വികാരവും ഒക്കെ പ്രാവർത്തികമായിട്ട് അംഗീകരിക്കാം. പക്ഷെ ഇതുണ്ടെങ്കിൽ എന്റെ തലമുറയിലുള്ള ആളുകൾക്കുള്ള നേടാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം പല മതക്കാരുമായിട്ടുള്ള വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. അവർ വലുതായി വന്നപ്പോൾ അവരുടെ കുടുംബങ്ങളായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്, പ്രണയമുണ്ട്, അല്ലെങ്കിൽ വിദ്വേഷമുണ്ട്, അടിപിടി കൂടിയിട്ടുള്ള ഓർമ്മകൾ ധാരാളമുണ്ട്. ആ ഓർമ്മകൾ, ബാല്യകാല സ്മരണകൾ വൈവിധ്യം ഇല്ലാത്ത ഒരു ജനതയെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ ഫലം നമ്മുടെ ദേശീയതയ്ക്ക് അപകടകരമായ ഭാവി ആകും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്. ഈ മതം എന്നുള്ളത് അപ്രമാദിത്വം ആരോപിക്കുന്ന ഒന്നാണ്. അതിൽ അപവാദങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും മതത്തിന് ഇങ്ങനെ ഒരു ടെൻഡൻസി, ഒരു പ്രവണതയുണ്ട്. ഇത് കമ്മ്യൂണിസം പോലെയുള്ള തത്വശാസ്ത്രങ്ങൾക്കുണ്ട് ഈ പ്രവണത. ആരെയും വിമർശിക്കാം, ദൈവത്തെ പോലും വിമർശിക്കാം എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ പോലും കാർൽ മാർക്സിനെ വിമർശിക്കാൻ പാടുണ്ടോ? ഞാൻ കാർൽ മാർക്സ് ചെയ്തതിൽ ചില വിഡിത്തങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒന്ന് രണ്ട് തവണ പലയിടത്തൊക്കെ എഴുതുകയും പ്രസംഗിക്കുകയോ ചെയ്തപ്പോൾ നിങ്ങളാര്, മാർക്സ് ആര്, ചരിത്രം സൃഷ്ടിച്ച ആളുകളാര്, ചരിത്രം എഴുതാൻ നടക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളാര്? അങ്ങനെ ശരിയാണ്, ഞാനൊന്നുമല്ല. അദ്ദേഹം അത്ര പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ കാലത്തിലുള്ള വ്യത്യാസം കൊണ്ട് 19ാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയാതിരുന്ന പലതും 20ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എനിക്ക് കാണാൻ കഴിയും. വലിയ ബുദ്ധിയൊന്നും വേണ്ട, വലിയ കഴിവൊന്നും വേണ്ട, വലിയ പ്രതിഭാശാലിത്വം ഒന്നും ഇല്ലാതെ തന്നെ കാണാൻ കഴിയും. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ദേശീയത ഒരു സ്പെൻഡ് ഫോഴ്സാണ്, അന്തർദേശീയതയാണ് ഭാവി, അതിൻ്റെതാണ് ഭാവി ലോകം എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് കാർൽ മാർക്സ്. അദ്ദേഹത്തിന്റെ കണ്ണിന് മുമ്പിലാണ് മാർക്സിസവും ഫാസിസവും ഒക്കെ വളർന്ന് അത്യുഗ്ര ദേശീയവാദങ്ങളെ ഒക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഈ മുതലാളിത്തം എന്ന സാമ്പത്തിക സാമൂഹ്യ വ്യവസ്ഥ അത് ഏതാണ്ട് തീരാറായി, അതിന്റെ വൈരുദ്ധ്യങ്ങൾ പ്രകടമായി. മുതലാളി വർഗവും
പെറ്റി ബൂർഷ്വ എന്ന് പറയുന്ന ചെറിയ മുതലാളിമാരുടെ വർഗവും മധ്യവർഗവും ഏറ്റവും താഴത്തുള്ള തൊഴിലാളികളുടെ പ്രോളിറ്റേറിയറ്റ് എന്ന് പറയുന്ന തൊഴിലാളി വർഗവും ഒക്കെയുള്ള വൈരുദ്ധ്യങ്ങൾ പ്രകടമായി വരികയും സമൂഹത്തിൽ അതൊരു ക്രൈസിസ് ഉണ്ടാക്കുകയും പിന്നെ ഈ ഇതുണ്ടല്ലോ ആ ലാഭം അത് മനുഷ്യാധ്വാനത്തിന്റെ ഫലം എല്ലാവരും ഒന്നിച്ച് ആസ്വദിക്കുന്നതിന് പകരം ചിലത് പിന്നെ വാല്യൂ അത് ആ വാല്യൂ എന്നുള്ളത് അത് ആസ്വദിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയും അധ്വാനിക്കുന്നവരല്ലാതെ അപ്പൊ സർപ്ലസ് വാല്യൂ ഉണ്ടാകും. ആ സർപ്ലസ് വാല്യൂ കൈക്കലാക്കുന്നവർ പിന്നെ ഒരു ചുരുക്കം ആളുകളാണ്. അവർ തുറന്ന് ചെയ്യുകയും ചെയ്യുന്നു. ഈ ആക്ഷേപമൊക്കെയാണ് കാർൽ മാർക്സ് കൊണ്ടുവന്നത്, ശരിയാണ്. പക്ഷെ അതോടുകൂടി ഇന്നോ അല്ലെങ്കിൽ നാളെ ഒരു ലോക വിപ്ലവം അന്തർദേശീയ ബോധമുള്ള തൊഴിലാളി വർഗം നടപ്പിലാക്കും എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടായത്. പിന്നെ അതുകൊണ്ടാണ് ഈ പിന്നെ പാരീസ് കമ്മ്യൂൺ ഉണ്ടായപ്പോൾ ഇതാ ലോക വിപ്ലവത്തിന്റെ ആരംഭമായി എന്ന് എല്ലാവരും വിചാരിച്ചത്. ഒന്നും ഉണ്ടായില്ല, അത് തോറ്റു തുന്നമ്പാടി. അങ്ങനെ മാർക്സിന്റെ കാലം കഴിഞ്ഞിട്ട് പോലും വിപ്ലവത്തിന്റെ യാതൊരു ശബ്ദവും അനക്കവും ഇല്ലാതിരുന്നപ്പോഴാണ് ലെനിൻ എന്ന കൂടെ കൂടെ പ്രായോഗിക മതിത്വമുള്ള അധികാര കൊതിയുള്ള ഒരു നേതാവ് ഉയർന്നു വന്നിട്ട് ഈ വർക്കിംഗ് ക്ലാസ് തൊഴിലാളി വർഗത്തിന് വിപ്ലവം നടത്താനുള്ള കഴിവില്ല എന്ന് പറഞ്ഞത്. അപ്പൊ സാധാരണ നിലയിലാണെങ്കിൽ അത് മാർക്സിന് വിപരീതമാണെന്ന് ആളുകൾ പറയും. പക്ഷെ മാർക്സിസ്റ്റുകൾ പറഞ്ഞത് ശരി, അദ്ദേഹം മാർക്സിസ്റ്റ് പരിഷ്കരിക്കുകയാണ് ചെയ്തത്. മധ്യവർഗത്തിൽപ്പെട്ട ആളുകള് കമ്മിറ്റഡായിട്ട് വർഗബോധം ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കി നേതൃത്വം കൊടുത്തിട്ട് ചലിപ്പിച്ചാൽ മാത്രമേ തൊഴിലാളി വർഗത്തിന് ചലിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഒരു വിശ്വാസം ഉണ്ടാക്കിയതും അതിനുവേണ്ടി ഒരു പാർട്ടി രൂപീകരിച്ചതൊക്കെ ലെനിനാണ്. എന്ന് വെച്ചാൽ മാർക്സിന്റെ വിശാലമായ പിന്നെ ചിന്താഗതികളെ കൊന്ന് കുഴിച്ചു മൂടി തൊഴിലാളി വർഗത്തിന് പകരം മധ്യവർഗത്തിന്റെ നേതൃത്വം അംഗീകരിച്ച ആളാണ് ലെനിൻ. അത് നടപ്പിലാക്കിയ ആളാണ് സ്റ്റാലിൻ. അല്ലാതെ ലെനിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റാലിന്റെ അടുത്ത കാലത്ത് വന്ന ഒരു ജീവ ചരിത്രം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, സ്റ്റാലിൻ 1917 വിപ്ലവം സോവിയറ്റ് വിപ്ലവം നടന്നപ്പോ ജോർജിയയിലെ ഒരു പ്രാദേശിക നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു വലിയ നേട്ടം ഉണ്ടായിരുന്നത് സാറിസ്റ്റ് പോലീസിനെ പോലും കബളിപ്പിച്ച് പലതും ബാങ്ക് കൊള്ള, ശത്രുക്കളുടെ ഉന്മൂലനമൊക്കെ നടത്താനുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് ലെനിൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നയം എല്ലാവർക്കും ഒരു വിധം അറിയാവുന്നതാണ്. കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഉന്മൂലനം അല്ലെങ്കിൽ ലിക്വിഡേഷൻ എന്നുള്ളത് നമ്മുടെ നയമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രമേയം പാസാക്കി ഉറക്കെ പ്രഖ്യാപിക്കുക. അതേ സമയത്ത് രഹസ്യമായിട്ട് ആ നയം നടപ്പിലാക്കുക. എന്നിട്ട് അങ്ങനെ ഉന്മൂലനത്തിന് ഇരയാവുന്ന നമ്മുടെ ശത്രുക്കള് അവരെ കൊന്നത് നമ്മുടെ ആളുകളല്ല, നമ്മുടെ ശത്രുക്കളാണ് എന്ന് പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ലെനിൻ. അത്രയധികം ആത്മാർത്ഥത എന്ന് പറയുന്ന ഒന്ന് നമ്മളിപ്പോൾ വാദിക്കുന്നുണ്ടെങ്കിലും ഈ രഹസ്യാത്മകതയും പിന്നെ ഇപ്പം ഒളിവ് ജീവിതം, ഒളിപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിക്കും ധാർമ്മികമായി സുതാര്യതയോടുകൂടിയിട്ട് രാഷ്ട്രീയ നേതൃത്വം നടത്തുന്ന പറഞ്ഞാൽ ഒളിപ്രവർത്തനം ഒരു കള്ളത്തരമാണ്. ഗവൺമെന്റിനെ കബളിപ്പിച്ച്, പൊതുജനങ്ങളെ കബളിപ്പിച്ച്, മാധ്യമങ്ങളെ കബളിപ്പിച്ച്, ഒളിച്ച് താമസിച്ചിട്ട് സ്വന്തം പരിപാടി നടത്തുകയാണ് ചെയ്യുന്നത്. അത് എല്ലാ സദാചാരത്തിനും വിരുദ്ധമാണ്. പക്ഷേ ഒളിപ്രവർത്തനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ള പല ആളുകളും പല കക്ഷികളും ആദ്യകാലങ്ങളിലല്ല പല കാലത്തും നടപ്പിലാക്കിയിട്ടുള്ളത്. എല്ലാ നയങ്ങളും നടപ്പിലാക്കുന്നതിന്റെ പിന്നില് ഒളിപ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. അത് ഈ വിപ്ലവ പാർട്ടികൾക്ക് വളരെ പ്രധാനമാണ്. അപ്പൊ പിന്നെ അവർക്ക് എന്താ ഫാഷിസത്തെ എതിർക്കാനുള്ള കഴിവ്, ഉള്ള ധാർമ്മികമായ പ്രാപ്തി? എങ്ങനെയാണ് നമ്മൾ പറയുക? ഫാഷിസം അങ്ങനെ വഞ്ചന ചെയ്യുന്ന ആളുകളാണ്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആളാണ് ഹിറ്റ്ലർ.
ആ ഹിറ്റ്ലറാണ് പിന്നെ നാസി ജർമ്മനിയുടെ നേതാവായി മാറിയത്. മുസോളിനി അങ്ങനെ തന്നെയാണ്. ജനാധിപത്യം എന്നൊന്നിനെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ഫാഷിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ന് പ്രചരിപ്പിക്കുകയും തന്റെ വാഗ്വിലാസത്തിലൂടെ അതിന് ജനപ്രീതി നേടിക്കൊടുക്കുകയും ചെയ്ത ആളാണ് മുസോളിനി. മുസോളിനിയും ഹിറ്റ്ലറും ജനാധിപത്യവാദികളായിരുന്നു തുടക്കത്തിൽ, അധികാരം കിട്ടുന്നതുവരെ. അപ്പൊ അത് അധികാരം കിട്ടിയാൽ മാറുന്ന സമ്പ്രദായ സ്വഭാവം ഈ ഫാസിസ്റ്റ് പാർട്ടികൾക്ക് മാത്രമാണോ ഉള്ളതല്ല, എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കേരളത്തില് കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെ തന്നെ ചെയ്തത്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് ഭൂരിപക്ഷം കിട്ടി, അവർക്ക് ഭരണം കിട്ടി. പക്ഷേ വളരെ വേഗത്തില് ചില വർഷങ്ങൾക്കുള്ളിൽ മഹാനായ നേതൃത്വ ശക്തിയുള്ള EMS നമ്പൂതിരിപ്പാടൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്കെതിരായിട്ടൊരു വിമോചന സമരം നടന്നു. എന്റെ പേരിലാണ് നടന്നത്? അവർ പാർട്ടി ആധിപത്യം സ്വകാര്യമായി നടപ്പിലാക്കി എന്നുള്ളതാണ്. ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ധാർമ്മിക ബോധത്തിന്റെ പ്രധാനമായ ഭാഗം ഇതായിരിക്കണം: രഹസ്യാത്മകത പാടില്ല. എല്ലാ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ നിയമങ്ങളും സർക്കാർ നിയമം ഉദ്യോഗസ്ഥന്മാരെ നടപ്പിലാക്കുന്ന രീതിയും ന്യായാസനങ്ങൾ ചെയ്യുന്ന വിധികളും അപ്പൊ ചിലപ്പോൾ കോടതികളിൽ പത്രപ്രവർത്തകർക്ക് സ്ഥാനം കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന വാദമൊക്കെ ഉണ്ടെന്നു. അതിന്റെയൊക്കെ ഫലം എന്താ വരുന്നതെന്ന് വെച്ചാൽ രഹസ്യാത്മകതയെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇരുട്ടിലാണല്ലോ കള്ളന്മാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതുപോലെ ഈ രഹസ്യാത്മകത നിലനിർത്തുന്ന അധികാരത്തിന്റെ കേന്ദ്രങ്ങളിലാണ് അക്രമങ്ങളും അഴിമതികളും ഒക്കെ ഉടലെടുക്കുന്നത്, ശക്തി പ്രാപിക്കുന്നത്. അതില്ലാതാക്കാൻ കഴിയുമെങ്കിൽ ഒളിപ്രവർത്തനം പാടില്ല. ഒളിപ്രവർത്തനം മഹത്തായ ഒളിപ്രവർത്തനത്തിലുള്ള ഓർമ്മകൾ പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ മഹാന്മാരായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആരും അങ്ങനെ അല്ലാതെ ഇല്ല. കോൺഗ്രസ്സുകാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല അവർ എന്ന് വിചാരിക്കുക. അതൊക്കെ പരസ്യമായിട്ട് ഗാന്ധിജിയുടെ നേതൃത്വം ഉണ്ടായിരുന്നതുകൊണ്ട് കോൺഗ്രസ് എന്ന സ്ഥാപനം ഒരിക്കലും ഒളിപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ ആ കോൺഗ്രസിന് വരെ അധികാരം കിട്ടിയപ്പോൾ ഈ അടിയന്തരാവസ്ഥ തങ്ങളുടെ അധികാരം കൈമോശം വന്നു പോകും എന്ന ഒരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ അവര് താൽക്കാലികമായി ഫാഷിസം എന്നുള്ള അടിയന്തരാവസ്ഥയുടെ മറ്റൊരു പേരാണ് അടിച്ചേൽപ്പിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് ജനാധിപത്യം ആദ്യമായി കേരളത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ബാലറ്റ് ബോക്സിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു. പക്ഷെ അധികാരത്തിൽ വന്നതോടുകൂടി അവരുടെ സ്വകാര്യമായ ഒരു അജണ്ടയും നടപ്പിലാക്കി. അതാണ് മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. ഇത് സൽഭരണമല്ല, ഇത് സെൽഭരണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓരോ പഞ്ചായത്തിലും അതിന്റെ സെല്ലുകളുണ്ടായിരുന്നു. ആ സെല്ലുകൾ സ്വകാര്യമായി കൂടി സ്വകാര്യമായി പ്രമേയങ്ങൾ രൂപീകരിച്ച് ആ പ്രമേയങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അത് ജനങ്ങളെ പരസ്യമായി തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ആണെങ്കിൽ പോലും രഹസ്യമായിട്ട് അവർ നടപ്പിലാക്കിയത് ഈ സെല്ലുകളുടെ അഭിപ്രായമാണ് എന്ന ആരോപണം കൊണ്ടാണ്. ആ ആരോപണം പുറത്തു വന്നതോട് കൂടിയിട്ട് എല്ലാവരും അതിനെ എതിർത്തു. നെഹ്റുവിനെ പോലെയുള്ള ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് പാടില്ല. അതും പറഞ്ഞിട്ട് ഈ പാർട്ടിയെ ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഈ പാർട്ടിയെ പുറത്താക്കുന്നത് ന്യായമല്ല എന്നാണ് നെഹ്റു ഒക്കെ വാദിച്ചിരുന്നത് ആദ്യകാലത്ത്. പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി പോലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ എത്തിയപ്പോൾ പിന്നെ അതിനെ ന്യായീകരിച്ചു. ഇതിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. പുറത്താക്കാൻ പ്രൊവിഷനുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ ആ ഭരണഘടനയ്ക്കെതിരാണ്, അതിനെ ലംഘിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്നതെങ്കിൽ അവരെ ജനാധിപത്യപരമായി ഭരണഘടനാ വിധേയമായി തന്നെ പുറത്താക്കാനുള്ള വകുപ്പുകളുണ്ട്. പക്ഷെ ആ വകുപ്പുകൾ അംഗീകരിക്കുന്നത്, പ്രാവർത്തികമാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് നേതാക്കന്മാരും എല്ലാവരും പറഞ്ഞു. ഇന്ദിരാഗാന്ധി മറിച്ച് അങ്ങനെയല്ല, ഇവിടെ നടന്നിട്ടുള്ളത് ജനവിരുദ്ധമാണെന്ന് പറഞ്ഞു. ഇന്ന് മാത്രമല്ല, ഓരോ പഞ്ചായത്തിലും ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കി. 24-25 ആരോപണങ്ങളുള്ള ഒരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കി. ആ ചാർജ് ഷീറ്റ് മിക്ക പഞ്ചായത്തുകളിലും പരസ്യമായിട്ട് വായിച്ച് പാസ്സാക്കുകയും ചെയ്തു. അപ്പോൾ അത് ജനകീയമായി മാറിയെന്നർത്ഥം.
അപ്പോഴാണ് ഈ വകുപ്പനുസരിച്ച് ആ ഗവൺമെന്റിനെ അതായത് ജനാധിപത്യപരമായി അധികാരത്തിലെത്തിയപ്പോൾ ജനാധിപത്യത്തിനെതിരായ നയപരിപാടികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പരാജയപ്പെട്ടത്. ഇന്നും അതിനുള്ള സാധ്യതയുണ്ട്, എന്നും അതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടിച്ചേൽപ്പിക്കൽ പാടില്ല. ഇപ്പോൾ മോദി അടിച്ചേൽപ്പിക്കുന്ന ചിലതൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ അപജയം, കോൺഗ്രസിന്റെ കുടുംബാധിപത്യ പ്രവണത, ഫാഷിസ്റ്റ് പ്രവണത ഒരു ബദൽ ബദൽ പ്രസ്ഥാനത്തിന് സ്ഥാനമില്ലാതാക്കുകയും മറ്റു ചെറിയ ഹിന്ദുക്കളുടെയോ മുസ്ലിങ്ങളുടെയോ മറ്റു ആളുകളുടെയൊക്കെ ചെറിയ ചെറിയ സംഘടനകൾ മാത്രം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ വേറൊരു ബദലില്ല. അപ്പോൾ മോദിയുടെ ഭരണം, ജനായത്ത ഭരണം സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങും എന്നുള്ള ആ പ്രവണത ആണ് ഞാൻ കണ്ടത്. അപ്പോൾ ജനാധിപത്യത്തിലൂടെ ഏകാധിപത്യത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും ഒരു മാർഗമുണ്ട് എന്ന് ഹിറ്റ്ലർ മുതൽ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരും നാട്ടിലെ കോൺഗ്രസ്സുകാരും ഇന്ദിരാഗാന്ധി ചെയ്തതാണല്ലോ, എല്ലാവരും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ അധികാരത്തിന്റെ കളിയാട്ടത്തില് ഇങ്ങനെയൊരു വകുപ്പുണ്ട്, ഇത് ആലോചിക്കണം. അപ്പൊ ഏതെങ്കിലും തരത്തില് ദേശീയ ഗാനം പാടുന്നതിനെ പറ്റി പറയുന്നിടത്തോ അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരെ കുറിച്ച് ബഹുമാനക്കുറവോടുകൂടി ആളുകൾ ചിലർ സംസാരിക്കുന്നുവെന്ന് പറയുന്നിടത്തോ ഈ തരത്തിലുള്ള മർദ്ദന പരിപാടികൾ ഇപ്പം അത് അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അടുത്ത കാലത്തുണ്ടായ കേരളത്തിലുണ്ടായ മറ്റൊരു അത്യാഹിതം നമുക്ക് സ്പർശിക്കേണ്ടി വരുന്നത്. മാവോയിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് 2-3 ആളുകളെ വെടിവെച്ച് കൊല്ലുകയുണ്ടായിട്ടുണ്ടല്ലോ. അവരെന്ത് മാവോയിസ്റ്റുകളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ പേരിൽ ഒരു കുറ്റവും തെളിയിച്ചിട്ടില്ല, ഒരു കുറ്റാരോപണം ആരും നടത്തിയിട്ടില്ല. മാവോയിസ്റ്റുകൾ അധികാരം അക്രമത്തിലൂടെയെങ്കിലും അക്രമത്തിലൂടെ ബലാത്കാരത്തിലൂടെ പിടിച്ചെടുത്തതെന്ന് വാദിക്കുന്ന ആളുകളാണ്. പക്ഷെ ഈ കൊല്ലപ്പെട്ട ആളുകൾ ഒരു കേസിലും പെട്ടവരല്ല. ഒരു തരത്തിലും ജനജീവിതത്തിന് ഒരു വിഘാതം, സ്വതന്ത്രമായ അഭിപ്രായ പീഡനത്തിൽ ഒരു വിഘാതം സൃഷ്ടിച്ചവരല്ല. അവരവരുടെ അഭിപ്രായം കൊണ്ട് നടന്നു. അത് എല്ലാ സർക്കാരുകളുടെയും ഒരു രീതിയാണ്. എതിർക്കുന്ന ആളുകൾ ഇപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ കോൺഗ്രസിന്റെയും ചിലപ്പോഴൊക്കെ BJP-ക്കാരുടെയും ഒക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ നേടി ഓരോ സ്ഥാനങ്ങളിലൊക്കെ എത്തിയിരുന്ന ആളാണ്. അവനൊക്കെ എല്ലാത്തിനും പുറത്തും പോരേണ്ടി വന്നു. അങ്ങനെ ഒരു അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. അധികകാലം ഒരു പാർട്ടിയുടെ ആനുകൂല്യം എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ വന്നപ്പോഴൊക്കെ ഞാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാണത്. ഞാൻ അതിനുവേണ്ടി മുൻകരുതലുകൾ എടുത്തിരുന്നു. അതെന്താണെന്ന് വെച്ചാല് നിങ്ങളോട് തെറ്റി, ഭരണാധികാരികളോട് തെറ്റി ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ ഭരണാധികാരികൾ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം ഒരു കള്ളക്കേസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അയാളുടെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയാൽ അയാൾക്ക് അധികാരമില്ല, അയാൾക്ക് സ്വാധീനമില്ല, അയാളെ തുണയ്ക്കാൻ ആരും ഉണ്ടാവില്ല. അയാൾ സ്വന്തം പണവും സമയവും അധ്വാനവും ഒക്കെ ചെലവാക്കിയിട്ട് ഏകനായിട്ട് എത്രയോ വർഷങ്ങൾ ഈ കള്ളക്കേസിനെതിരായിട്ട് പൊരുതേണ്ടി വരും. ഇതാണ് എല്ലാ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കയ്യിലുള്ള പ്രധാനപ്പെട്ട ഒരു ആയുധം. ഈ ആയുധം അവരൊക്കെ പ്രയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഒരു കോൺഗ്രസ് ഗവൺമെന്റ് താഴെ വീണാൽ അപ്പോൾ ഉമ്മൻചാണ്ടിയും കൂട്ടരുമൊക്കെ എന്തെല്ലാം അക്രമങ്ങൾ ചെയ്തു അതിനൊക്കെ കുറിച്ച് ഒരു കമ്മീഷൻ നിശ്ചയിക്കും. ആ കമ്മീഷൻ തെളിവെടുക്കും, അവരെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കാനും ശ്രമിക്കും. ഇതില് പകുതിയും ഇല്ലാത്തതായിരിക്കും, കുറച്ചു ഭാഗം ഉള്ളതുമായിരിക്കാം. ഏതായാലും ഈ തരം പ്രവണതകൾ അധികാരത്തിന്റെ ഫാഷിസ്റ്റ് പ്രവണത എന്ന് പറയാം. അതെല്ലാ പാർട്ടികളിലും ഉള്ളതാണ്, മനുഷ്യരിൽ പൊതുവെ ഉള്ളതാണ്. അല്ലാതെ ധാർമ്മികമായിട്ട് ഒരു മനുഷ്യന് മറ്റു മനുഷ്യരുടെ മേൽ അധികാരം നടത്താനുള്ള പ്രാപ്തിയില്ല. ഏത് മനുഷ്യനായാലും അധികാരത്തിന്റെ ലഹരി, അത് പണ്ട് കൗടില്യനൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഈ അഴിമതിയുടെയൊക്കെ സുഖം ഒരു തേനിന്റെ തുള്ളി നാക്കിൽ വീണാൽ അത് നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നില്ല, ആ മാധുര്യം അനുഭവിക്കാതിരിക്കില്ല. അതുപോലെ അനുഭവിക്കുന്ന ആളുകളാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളും. അതുകൊണ്ടാണ് ജനാധിപത്യത്തിനുള്ള മൂല്യം. ജനാധിപത്യം ലോകത്തിലെ ഏറ്റവും നല്ല ഭരണം കാഴ്ചവെക്കുന്നൊന്നുമില്ല. ചിലപ്പോൾ മഹാ അക്രമമായിട്ട് മോശമായിട്ടുള്ള ഭരണമായിരിക്കും ഉണ്ടാവുക. എന്നാലും എല്ലാ ജനങ്ങൾക്കും അതിൽ പങ്കാളിത്തം അവകാശപ്പെടാൻ, സ്വന്തം അഭിപ്രായം
പ്രകടിപ്പിക്കാനും ഒക്കെ കഴിയുന്നുണ്ടല്ലോ. അത് നിരന്തര ജാഗ്രതയുടെ ഫലമാണ്. ഇന്നോ നാളെയോ ദേശീയ ഗാനത്തിന്റെ പേരിലോ മാവോവാദത്തിന്റെ പേരിലോ ഒക്കെ അതിന് തടവിടുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യം അപകടത്തിലാവുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് എത്ര മഹത്തായ കാര്യം ആയാലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന പ്രമാണം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഇത്ര നേരം ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് നന്ദി.